നമസ്കാരം മാന്യ പ്രേക്ഷകരെ, വീണ്ടും ചൊറിയാതെ വയ്യ പുതിയ എപ്പിസോഡിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്ദുചൂടനും അതുപോലെ ആ ഒരു നായികയും നായകനും വീണ്ടും വന്നിരിക്കുകയാണ്. പുതിയ കളികൾ കാണാനും പുതിയ കളികൾ കളിപ്പിക്കാനും വേണ്ടി തന്നെയാണ് വന്നിരിക്കുന്നത്. നോക്കൂ, നമ്മൾക്കറിയാം ഇന്ന് മമ്മൂട്ടിയുടെ മകനും ഒരു വിവാദത്തിൽ പെട്ടിരിക്കുകയാണ്. നമ്മൾ എത്ര കണ്ട് ഈ പറയുന്ന കമ്മ്യൂണിറ്റിയെ, ഇപ്പൊ എന്റെ സുഹൃത്തുക്കൾ കഴിഞ്ഞ ടീച്ചർക്ക് അറിയാം, നമ്മുടെ ആ ഒരു ജയിൽവാസം ഒരു 2-3 ദിവസം നമ്മൾ ഉള്ളിലാണോ പുറത്താണോ എന്ന് ചോദിക്കേണ്ട അവസ്ഥയായിട്ടുണ്ടെന്നും, സത്യം വിളിച്ചു പറയുന്ന ആർക്കെതിരെയും ഇന്നിപ്പോൾ ജയിൽവാസം അതല്ലെങ്കിൽ ജയിൽ ശിക്ഷ കിട്ടുന്ന രീതിയിലേക്ക് ഇന്ന് നമ്മുടെ ഇവിടുത്തെ ഭരണമായാലും അതല്ലെങ്കിൽ ചുറ്റുപാടുകളും എല്ലാം മാറിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് നമ്മളെ ബാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഈ വിഭാഗത്തെ ഇനിയെങ്കിലും എന്തിനാണ് ചൊറിയുന്നത്, എന്തിനാണ് നിങ്ങൾ ഇത്ര വൈബ്രന്റ് ആയിട്ട് ഈ കമ്മ്യൂണിറ്റിക്കെതിരെ തിരിയുന്നത് എന്നൊക്കെ എന്റെ സ്നേഹസമ്പന്നരായിട്ടുള്ള ഒരുപാട് സുഹൃത്തുക്കളൊക്കെ ചോദിച്ചിരുന്നു. അവരോട് ഞാൻ ചോദിക്കട്ടെ, എങ്ങനെയാണ് തിരിയാതിരിക്കുക? നോക്കൂ, എത്ര ആ ഒരു മാന്യതയുടെ മുഖംമൂടിയാണ് ഇനി നടക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഈ പറയുന്ന ഇദ്ദേഹത്തിന്റെ മമ്മൂട്ടിയുടെ മകനായിട്ടുള്ള ദുൽഖർ സൽമാൻ. ദുൽഖർ സൽമാൻ ഇന്ന് ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലായാലും അതുപോലെ ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ഇന്ന് ഷെയർ ചെയ്ത ഒരു ഫോട്ടോയുണ്ട്. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്: എല്ലാ കണ്ണും റഫായിൽ. നമുക്കറിയാം ഓൾ ഐസ് ആർ ഓൺ റഫ എന്ന് പറയുന്ന ഒരു ക്യാമ്പയിൻ ഉണ്ട്. ആ ക്യാമ്പയിൻ തന്റെ ഇൻസ്റ്റാഗ്രാമിലേക്ക് പങ്കുവെച്ച് ഈ ദുൽഖർ സൽമാൻ അറിയാം, ഇസ്രയേലിനെ കയറി ചൊറിഞ്ഞത് കൊണ്ട് തന്നെയാണ് പലസ്തീൻ എന്ന് പറയുന്ന കുഞ്ഞു രാജ്യത്തിനെ ഹമാസ് എന്ന് പറയുന്ന ഒരുപാട് കൊടും ഭീകരന്മാർ ഉണ്ടാക്കിയത് തന്നെയാണെന്ന് അവർ വിതച്ചത് തന്നെയാണ് കൊയ്തെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ഒക്ടോബർ 7-ായിരുന്നു ഇസ്രായേലിലേക്ക് അതിക്രമിച്ച് കടന്നുകൊണ്ട് പലസ്തീൻ ഊട്ടി വളർത്തിയ, അതല്ലെങ്കിൽ ഒട്ടേറെ അറബ് രാജ്യങ്ങൾ ഊട്ടി വളർത്തിയിട്ടുള്ള ഇസ്ലാമിക കൊടും ഭീകരന്മാർ നിർദാക്ഷിണ്യം ഇസ്രായേലിലേക്ക് കടന്നു കയറിക്കൊണ്ട് 1400-ൽ പരം വരുന്ന ആളുകളെ ആക്രമിക്കുന്നു. മാത്രമല്ല വിദേശ ടൂറിസ്റ്റുകൾ അടക്കമുള്ള 250-ൽ പരം വരുന്ന ആളുകളെ തട്ടിക്കൊണ്ടുപോകുന്നു, ബന്ദികളാക്കുന്നു. അവരുടെയൊക്കെ കാമം തീർക്കാനുള്ള പൊത്തകത്തിലെ ആ ഒരു സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് തന്നെ കാമം തീർക്കാൻ വേണ്ടി വരുന്ന അവിടെ സ്ത്രീകളെയും കുട്ടികളെയും കുഞ്ഞുങ്ങളെ പോലും കഴുത്തറക്കുന്ന വീഡിയോ ദൃശ്യങ്ങൾ വരെ നമ്മൾ കണ്ടതാണ്. എന്നിട്ടോ അന്നൊന്നും ഇവരുടെ കണ്ണ് തുറന്നില്ല. ഇന്ന് റാഫയിലേക്ക്, എല്ലാ കണ്ണുകളും റാഫയിലേക്ക് എന്ന ക്യാമ്പയിന് വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുന്ന ഇവന്മാരുടെ ഈ ഒരു ക്യാമ്പയിൻ, ഈ ഒരു വൺ സൈഡ് മതേതരത്വം കാണുമ്പോൾ, വൺ സൈഡ് ഇരവാദം കാണുമ്പോൾ എങ്ങനെയാണ് ഇവരെ പറയാതിരിക്കുക? അതുകൊണ്ട് തന്നെ എന്റെ മാന്യ പ്രേക്ഷകരോട്, വേദനയോട്, സുഹൃത്തുക്കളോട്, ബന്ധുക്കളോട് പറഞ്ഞുകൊള്ളട്ടെ, ഇവിടെ കാണുന്നത് കണ്ടില്ല എന്ന് നടിക്കാൻ ഞാൻ കണ്ണുപൊട്ടനല്ല. ഞാനിവിടെ അറിയുന്നത് അറിയുന്നില്ല എന്ന് നടിക്കാൻ ഞാനിവിടെ ബുദ്ധിയില്ലാത്ത, ബുദ്ധിമാന്ദ്യം സംഭവിച്ച ആ ഒരു പൈതലല്ല. അതുകൊണ്ട് പറയാതിരിക്കാനാവില്ല. ടീച്ചറെ, നമ്മുടെ ഇന്നത്തെ വിഷയത്തിന്റെ ഒരു മെയിൻ ഹെഡ് അത് തന്നെയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അതിന്റെ സബ് ഹെഡുകളായിട്ട് ഇന്നിപ്പോൾ ഇവിടെ മയക്കുമരുന്ന് എത്രത്തോളമാണ് കേരളത്തെ വരിഞ്ഞു മുറുക്കിയിരിക്കുന്നത് എന്ന് എന്റെ ഒരു ജയിൽ ജീവിതത്തിലെ എക്സ്പീരിയൻസ് കൂടി ഇവിടെ ഷെയർ ചെയ്തിട്ട് ഞാൻ ടീച്ചറിലേക്ക് മാറാം. നോക്കൂ, കഴിഞ്ഞ ദിവസം, അതായത് ശനിയാഴ്ച മുതൽ തിങ്കൾ വരെ ഞാൻ 2-3 ദിവസം ജയിൽവാസത്തിലായിരുന്നു. അത് എനിക്കെതിരെ മറ്റൊരു ഓൺലൈൻ ചാനലിലെ ഒരു സഹപ്രവർത്തക എന്ന് തന്നെ പറയാവുന്ന രീതിയിലുള്ള ഒരു സഹപ്രവർത്തക കൊടുത്തൊരു പരാതിയിലാണ്. ആ പരാതി കൃത്യമായിട്ടും ജഡ്ജിന് മനസ്സിലായി അതിൽ കഴമ്പില്ല എന്നുള്ളത് കൊണ്ട് തന്നെ 2 ദിവസം കൊണ്ട് നമുക്ക് ജാമ്യം കിട്ടി എന്ന് പറയേണ്ടതുണ്ട്. ആ ഒരു നീതിപീഠത്തോട് വളരെ സ്നേഹത്തോടെ, ബഹുമാനത്തോടെ തന്നെ നോക്കിക്കൊണ്ട് തന്നെ പറയേണ്ടതുണ്ട്. അത്തരത്തിൽ 2 ദിവസം ജയിലിൽ കിടന്ന ആ ഒരു അനുഭവത്തിൽ തന്നെ നോക്കൂ, ഏറ്റവും കൂടുതൽ സിന്തറ്റിക് ഡ്രഗ്സ്, MDMA ആയാലും LSD ആയാലും ഇത്തരത്തിലുള്ള ഏറ്റവും കൂടുതൽ മയക്കുമരുന്നിന് പിടിക്കപ്പെടുന്ന കക്ഷികളുടെ 99% ഇസ്ലാമിക നാമധാരികളാണ് എന്ന് അറിയുമ്പോൾ, അത് ഉപയോഗിക്കുന്നത് ഈ പറയുന്ന ഹിന്ദുവും ക്രിസ്ത്യാനിയും അടക്കമുള്ള സമൂഹമാണ് എന്നറിയുമ്പോൾ അതിൽ വലിയൊരു വിഷയം ഒളിഞ്ഞിരിപ്പുണ്ട്. മാത്രമല്ല ഇന്ന് കഞ്ചാവ് എന്ന് പറയുന്ന മയക്കുമരുന്നിന് ഈ മാർക്കറ്റിൽ ഒരു വിലയുമില്ലാതെ മാറിയിരിക്കുന്നു. ഞാൻ ഈ ജയിലിൽ ഇരിക്കുന്നതിന് മുൻപ് തൊട്ട് സ്റ്റേഷനിൽ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്ന സമയത്ത് രാത്രി 11 മണിയോടുകൂടി അജ്മൽ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ എന്ന് പറഞ്ഞ വിദ്യാർത്ഥി, കുട്ടി എന്നൊക്കെ പറയേണ്ടതുണ്ട്, എനിക്ക് തോന്നുന്നു 21-22 വയസ്സേ ഉള്ളൂ, വെളുത്ത് കൊലുന്നനെയുള്ള താടിയൊക്കെ വെച്ച സുന്ദരനായിട്ടുള്ള ഒരു കുട്ടി. അപ്പൊ ആ കുട്ടിയോട് ഞാൻ ചോദിച്ചു, എന്താ മോനെ പ്രശ്നം എന്ന് ചോദിച്ചു. അപ്പൊ ആ കുട്ടി പറയുന്നത്, ചേട്ടാ കഞ്ചാവ് പിടിച്ചതാണ്. ഞാൻ പറഞ്ഞു, നീ കഞ്ചാവ് വലിക്കോ? ഇല്ല ചേട്ടാ, ഞാൻ വലിക്കില്ല ചേട്ടാ. പിന്നെ ഞാൻ ചോദിച്ചു, പിന്നെന്തിനാണ് നിന്നെ പിടിക്കുന്നത്? ചേട്ടാ എന്റെ കയ്യിൽ ഇത് ഇത്തിരി ഉണ്ടായിരുന്നു. ഞാൻ ചോദിച്ചു, എത്രയാണെന്ന് ചോദിച്ചു. 150 ഗ്രാം ആയിരുന്നു ആ പയ്യന്റെ അടുത്തുണ്ടായിരുന്നത്. പക്ഷെ വെറും 2 മണിക്കൂറിനുള്ളിൽ ആ കുട്ടിയുടെ 2 സുഹൃത്തുക്കൾ വന്നുകൊണ്ട് വെറും സ്റ്റേഷൻ ജാമ്യത്തിൽ ഈ കുട്ടിയെ ഇറക്കി കൊണ്ടുപോകുന്നു. അവിടെ നമുക്ക് മറ്റൊരു ചോദ്യം, വലിയൊരു ചോദ്യം വരാനിരിക്കുന്ന ഒരു ടീച്ചർ ഈ കാര്യം ഞാൻ പറഞ്ഞ സമയത്ത് എൻ്റെ അടുത്ത് ചോദിച്ചു, അതൊരു ഹിന്ദുവോ ക്രിസ്ത്യാനിയോ ആയിരുന്നെങ്കിൽ ഈ 2 മണിക്കൂർ കൊണ്ട് അവരുടെ സുഹൃത്തുക്കൾ വന്നുകൊണ്ട് വെറും ആധാർ കാർഡിന്റെ കോപ്പി കൊടുത്തുകൊണ്ട് സ്റ്റേഷൻ ജാമ്യത്തിൽ ഇറക്കി വിടുമായിരുന്നോ ഇവിടുത്തെ ഭരണാധികാരികൾ എന്നൊരു ചോദ്യം, വലിയ ചോദ്യം തന്നെയാണ്. നോക്കൂ, രക്ഷിതാക്കളെ പോലും അറിയിക്കാതെ ഇത്തരത്തിൽ മയക്കുമരുന്ന് കടത്തിയതിനൊരു കുട്ടിയെ പിടിച്ചു വെക്കുന്നു. വെറും സ്റ്റേഷൻ ജാമ്യത്തിൽ 2 കുഞ്ഞുങ്ങളുടെ 2 പുറമെയുള്ള അവന്റെ സുഹൃത്തുക്കളുടെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിടുന്നു. ആ കുട്ടി വീണ്ടും ഈ വ്യാപാരത്തിലേക്ക് മുഴുകും എന്നുള്ളത് അന്നം കഴിക്കുന്ന
ഏതൊരാൾക്കും അറിയാൻ പറ്റും. ഇത്തരത്തിൽ മുസ്ലിം നാമധാരികൾ എന്തുകൊണ്ടാണ് ഇത്ര മയക്കുമരുന്ന് ലോബി, മയക്കുമരുന്ന് മാഫിയയുടെ കണ്ണികളായും അത് ഭരിക്കുന്നവരായി മാറിയത് എന്നുള്ള വലിയൊരു ചോദ്യത്തിന് കൂടി നമ്മൾ ഉത്തരം തേടുന്ന ഈ രണ്ട് വിഷയങ്ങൾ തന്നെയാണ് നമ്മൾ മെയിനായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ ടീച്ചറെ, എങ്ങനെയാണ് എല്ലാ കണ്ണുകളും റഫായിൽ മാത്രം തങ്ങി നിന്നാൽ മതിയോ ടീച്ചറെ? മാന്യ പ്രേക്ഷകർക്ക് വീണ്ടും ഹൃദ്യമായി സ്വാഗതം ചൊറിയാതെ വയ്യ എന്ന എപ്പിസോഡിലേക്ക്. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ സാധാരണ തിങ്കൾ മുതൽ വെള്ളി വരെ എല്ലാ ദിവസവും 7 മണി മുതൽ 8 മണി വരെയാണ് ഈ പ്രോഗ്രാം വെച്ചിരുന്നത്. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ചില സാഹചര്യങ്ങൾ കൊണ്ട് നമുക്ക് വരാൻ പറ്റുന്നില്ല. ഇത് തന്നെയാണ് കാരണം. മതത്തെ സംബന്ധിച്ച് പറഞ്ഞാൽ മതസ്പർദ്ധ, മതവിരോധം. ഞാൻ എന്റെ മതത്തെ നവീകരിക്കുന്നതിന് വേണ്ടി പറഞ്ഞാൽ പോലും അത് മതനിന്ദയുടെ വിഭാഗത്തിലാണ് വരുന്നത്. മുമ്പ് ചേകനൂർ മൗലവി പറഞ്ഞിട്ടുണ്ട്, അവർക്ക് ആശയങ്ങൾ ഇല്ലെങ്കിൽ അവസാനമായി അവർ ആയുധമെടുക്കും. ഇപ്പോ നരേന്ദ്രമോദി ഭരിക്കുന്ന ഭാരതമായതുകൊണ്ട് തൽക്കാലം ആയുധമെടുക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. അതുകൊണ്ട് തൽക്കാലം അവരുടെ ആയുധമാണ് പിണറായിയും പിണറായിയുടെ പോലീസും. അതുകൊണ്ട് അവർ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിഘാതങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കുന്നു. നൂറുകണക്കിന്, ആയിരക്കണക്കിന്, ലക്ഷക്കണക്കിന് ഓൺലൈൻ മാധ്യമങ്ങൾ പെറ്റുപെരുകിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ, ആയിരക്കണക്കിന് ആളുകൾ മതത്തെ വിമർശിച്ചു കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ചൊറിയാതെ വയ്യ എന്ന ഒരു ഉൾട്ട പ്രോഗ്രാം നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് വളരെ കുറച്ച് ആളുകളിൽ മാത്രം തിങ്ങി നിൽക്കുന്ന ഒരു പ്രോഗ്രാമിന് ഇത്രയേറെ എന്തുകൊണ്ടാണ് പ്രകോപനം ഉണ്ടാകുന്നത്? എന്തുകൊണ്ടാണ് ഇത്രയധികം പെട്ടെന്ന് മതവികാരം വ്രണപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കേ ഉള്ളൂ അതിനുത്തരം. എല്ലാവരും പറയുന്നതിൽ നിന്നും വ്യത്യസ്തമായി നമ്മൾ രേഖകൾ വെച്ച് സംസാരിക്കുന്നു. ആശയങ്ങളോട് ആശയങ്ങൾ ഏറ്റുമുട്ടണം എന്ന് വിചാരിക്കുന്നു. രണ്ടാമത്തെ കാര്യം അതാണ്. പിന്നെ നമുക്ക് ആത്യന്തികമായി പറയാൻ സാധിക്കുന്നത്, ആരും എടുക്കാത്ത വിമർശനങ്ങളാണ് നമ്മൾ ഇവിടെ വിറ്റഴിക്കുന്നത്. ഇതാണ് ഇതിന്റെ പ്രത്യേകത. കാരണം എല്ലാവർക്കും പറയണമെന്നുണ്ട്, പക്ഷെ ഓപ്പണായി പറയാൻ കഴിയുന്നില്ല. പെട്ടെന്ന് ദുർബലപ്പെട്ടു പോകുന്ന, വ്രണപ്പെട്ടു പോകുന്ന ഒരു വികാരത്തിന്റെ മത അടിമകളാണ് പ്രത്യേകിച്ച് ഇസ്ലാമിസ്റ്റ് ഭീകരർ. അതുകൊണ്ട് അവർക്ക് ഞങ്ങളുടെ മതത്തെ കുറിച്ച് ഉള്ളത് പറഞ്ഞാലും പ്രശ്നമാണ്, ഇല്ലാത്തത് പറഞ്ഞാലും പ്രശ്നമാണ്. ഞാൻ ഇന്ന് ഫേസ്ബുക്ക് പോസ്റ്റിലും അതുപോലെ യൂട്യൂബിന്റെ കമ്മ്യൂണിറ്റി പോസ്റ്റിലും ഒരു സ്ത്രീപഥം എന്ന് പറഞ്ഞ് ഒരു ആർട്ടിക്കിൾ എഴുതിയിട്ടിട്ടുണ്ട്. അതിനകത്ത് ഞാൻ ധാരാളം റെഫറൻസുകൾ വെച്ചിട്ടുണ്ട്. ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ നിന്നുമൊക്കെ ധാരാളം റെഫറൻസുകൾ വെച്ചിട്ട് സ്ത്രീയെ ഇങ്ങനെയാണ് ഇസ്ലാം കാണുന്നത്. പട്ടിയോടും പന്നിയോടും കഴുതയോടും കറുത്ത കുതിരയോടും ഒക്കെ സ്ത്രീയെ ഉപമിച്ചിട്ടുള്ളത് ഞാൻ റെഫറൻസ് സഹിതം പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് പോലും അതിന്റെ താഴെ വന്നിട്ട് എന്റെ തന്തയ്ക്കും എന്റെ തള്ളയ്ക്കും പറയുകയും ശാഖയിൽ പോയി നിന്റെ ഉമ്മായോട് കുനിഞ്ഞു നിൽക്കാൻ പറയുകയും ഒക്കെ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ഇവർക്ക് ബുദ്ധിയില്ലാത്തത് കൊണ്ടല്ല. ഈ ബുദ്ധിയും വിവരവും രണ്ടും രണ്ടാണ്. ഈ പറയുന്ന വസ്തുതകൾ നമ്മൾ ഈ പൂഴ്ത്തി വെച്ചിരിക്കുന്ന ഷോക്കേസിൽ പൊടി തട്ടാതെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഈ പുസ്തകക്കെട്ടുകളിൽ ഉണ്ടോ എന്ന് പോലും നോക്കാതെയാണ് ഇവരിങ്ങനെ നമ്മുടെ തന്തയ്ക്കും തള്ളയ്ക്കും വിളിക്കുന്നത്. ഒരു കുഴപ്പമില്ല, അതുവഴി ഒരു ഉപകാരമുണ്ട്. ചിന്തിക്കുന്ന ഒരു ജനതയ്ക്ക് മനസ്സിലാവും. അപ്പോ ഒരാൾ ഇങ്ങനെ ഒരു കമന്റ് എഴുതിയിരിക്കുന്നു, നിന്റെ ഉമ്മയെ കൊണ്ടുപോയി ശാഖയിൽ കുനിച്ചു നിർത്തുമെന്ന് പറഞ്ഞിട്ട് അതിന്റെ താഴെ 60ഓളം മറുപടികൾ വന്നിരിക്കുവാണ്. എന്നിട്ട് അതിന്റെ അധികം ആളുകളും ചോദിച്ചിരിക്കുന്നത്, ജാമിദ ടീച്ചർ പറഞ്ഞ വസ്തുതകൾക്ക് എന്തെങ്കിലും മറുപടി ഉണ്ടോ? മറ്റൊരെണ്ണം, നിങ്ങളുടെ പുസ്തകത്തിനകത്ത് ഇതുണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് അവരോട് അതിന്റെ റീസൺ ചോദിക്കണം. അവരെ പബ്ലിക്കിൽ നമുക്ക് പിടിച്ചു നിർത്തണം. ഇതൊന്നും കാരണം അക്ഷരാഭ്യാസം ഇല്ലാത്ത ഇവർക്ക് ഇതൊന്നും പറഞ്ഞാൽ തിരിയില്ല. ഒരു തെറി പോലും മര്യാദയ്ക്ക് അക്ഷരത്തെറ്റില്ലാതെ എഴുതാൻ അറിയാത്തത് കൊണ്ട് തന്നെയാണ് ഏത് ഫേക്ക് ഐഡിയിൽ വന്നാലും ഇവരെ മനസ്സിലാക്കും. ഇരിക്കട്ടെ, ഇപ്പോ നമ്മൾ വിചാരിച്ചതുപോലെ വെറും മതം ഒതുങ്ങി നിൽക്കുന്നത് ആരാധനാലയങ്ങളിലല്ല, പിന്നെ മത വിഷയവുമായി ബന്ധപ്പെട്ട വസ്തുതകളിലല്ല, മതസംഘടനകളിലല്ല, മറിച്ച് ഇപ്പോൾ കലയിലും കായികത്തിലും ഒക്കെ മതം നിറഞ്ഞു കഴിഞ്ഞു. എല്ലാ കണ്ണുകളും റഫയിലാണ് എന്ന് പറഞ്ഞ് പലസ്തീന് ഐക്യദാർഢ്യവുമായി ദുൽഖർ സൽമാൻ വന്നിരിക്കുന്ന വാർത്തയാണ് ഇപ്പോൾ നിറഞ്ഞു നിൽക്കുന്നത്. അതിനു മുമ്പ് മറ്റൊരു വിഷയം കൂടി പറയേണ്ടതുണ്ട്. ബിരിയാണി എന്ന സിനിമയിൽ കനി കുസൃതി ഒരു വേഷം അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് മുസ്ലിങ്ങൾ മുഴുവനും കനി കുസൃതിക്കും അതുപോലെ മൈത്രേയനും എതിരായി നിന്നു. അവര് കുറച്ചുകൂടി ഫോർവേഡ് ആയിട്ട് ചിന്തിക്കുന്ന ആളുകളാണ്. ആ ആശയം നമ്മുടെ പൊതു സമൂഹത്തില്
എങ്ങനെയാണ് കാഴ്ചപ്പാട് എന്നുകൂടി ചിന്തിക്കേണ്ടുന്ന ഒരു ധാർമ്മികമായ ഉത്തരവാദിത്വം നമുക്കുണ്ട്. ഇതാണോ യുക്തിവാദം എന്ന ആളുകൾ ചോദിച്ച് പരിഹസിക്കുന്ന നിലയിലേക്ക് യുക്തിവാദത്തെ കൊണ്ടുപോയി വേറെ ഒരു ആലയത്തിൽ കിട്ടി. നമുക്ക് വ്യക്തിപരമായി പല ആശയങ്ങളോടും യോജിപ്പും വിയോജിപ്പും ഉണ്ടാകും. ആ സമയത്ത് മുസ്ലിങ്ങൾ എടുത്തു കാണിച്ചത് മൈത്രേയൻ കനീകുസൃതിയുടെ ജനനത്തോടനുബന്ധിച്ചിട്ട് ഒരു ഡേറ്റ് ഓഫ് ബർത്തിന് ഒരു ബർത്ത്ഡേ ആണെന്ന് തോന്നുന്നു, ഒരു ആശംസ കത്തെഴുതി. നിനക്ക് ആരുടെ മക്കളെയും പ്രസവിക്കാം, ആരുടെ കൂടെയും ജീവിക്കാം, വേണ്ടെങ്കിൽ ഒഴിവാക്കാം, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരു കത്ത്. അതൊക്കെ ഏറ്റുപിടിച്ച് രൂക്ഷമായ വിമർശനങ്ങളും, അശ്ലീലം എന്ന് പറയേണ്ടതില്ലല്ലോ, ഞമ്മന്റെ ആളുകളെ സംബന്ധിച്ചിടത്തോളം അതേ നമുക്ക് വഴങ്ങും. ഇതൊക്കെ പറഞ്ഞിരുന്ന ആളുകൾ ഒരു തണ്ണിമത്തങ്ങയുടെ ബാഗുമായി പലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചപ്പോൾ കഴിഞ്ഞതൊക്കെ മറന്ന് കനീകുസൃതിയുടെ പിന്നാലെ കൂടി. അതുപോലെ വേറെ ഒരു സ്ത്രീയുണ്ട്, പ്രവാചകൻ വ്യഭിചാര പുത്രനാണ് എന്നും നിന്റെ ആദ്യത്തെ വ്യഭിചാരി എന്ന് പറയുന്നത് ആമിനയാണെന്നും പബ്ലിക്കായിട്ട് പറഞ്ഞ ഒരുത്തി ഒടുവിൽ ജാമിദായ്ക്ക് കേസ് എന്നും പറഞ്ഞു വന്നു. കേരളത്തിലെ 14 ജില്ലകളിലും 100 കണക്കിന് കേസുകളുമായി കേറിയിറങ്ങി നടക്കുന്ന ആ സ്ത്രീ ജാമിദായെ പറഞ്ഞപ്പോൾ അവർക്ക് നല്ല മാർക്കറ്റ്. ഇങ്ങനെ തരാതരം തന്തയെയും തള്ളയെയും പൈതൃകത്തെ പോലും മാറ്റി പറയുന്ന ആളുകൾക്ക് ആശയങ്ങൾ ഒരു പ്രശ്നമല്ല. ഇരിക്കട്ടെ, ഞാൻ സാന്ദർഭികമായി ആ വിഷയവും കൂടി ബൈജു ഓർമ്മിപ്പിച്ചതേ ഉള്ളൂ. ഇവിടെ പലസ്തീനിലേക്കാണ് എല്ലാ കണ്ണുകളും. ഒക്ടോബർ 7-ാം തീയതി ഇവനൊക്കെ എന്താ പോങ്കണ്ണന്മാരായിരുന്നോ? ഇവരൊന്നും കണ്ടില്ലേ ഒക്ടോബർ 7-ാം തീയതി എന്താണ് സംഭവിച്ചതെന്ന്? ഈ ഇസ്രായേൽ പിറവിയെടുത്ത ഉടനെ തന്നെ 6ഓളം അറബ് രാജ്യങ്ങളെ മുട്ടിലെഴയിപ്പിച്ചപ്പോൾ ഇവരൊക്കെ കോങ്കണ്ണന്മാരായിരുന്നോ? അതോ അന്ധന്മാരായിരുന്നോ? അതോ കണ്ണിൽ എണ്ണയൊഴിച്ച് ഇവർ കാത്തിരിക്കുവായിരുന്നോ പലസ്തീൻ ഒന്ന് ഉയർത്തെഴുന്നേൽക്കുന്നതിന് വേണ്ടി? ഇസ്രായേൽ കൂട്ടക്കൊല ചെയ്യുന്നതിനിടയിൽ പലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യവുമായി ചലച്ചിത്ര താരം ദുൽഖർ സൽമാൻ. ഇതായിരുന്നു പല വാർത്തകളുടെയും തലക്കെട്ട്. അല്ല, ഇസ്രായേൽ കൂട്ടക്കൊല ചെയ്യുന്നതിന് മുമ്പ് ഇസ്രായേലിനെ കൂട്ടക്കൊല ചെയ്തത് ഇവരാരും ഓർമ്മിക്കുന്നില്ലേ? ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം തന്തയ്ക്ക് ജനിച്ചവന്മാരാണ് ജൂതന്മാർ. അതുകൊണ്ട് അവർക്ക് ആരോടും നെഞ്ചിലിടിച്ച് നിലവിളിക്കണ്ട. അവരിൽ ആരെങ്കിലും കൊല്ലപ്പെട്ടാൽ പോലും ആ മയ്യത്ത് വെച്ചിട്ട്, ആ ഡെഡ് ബോഡി വെച്ചിട്ട് വിലപേശുകയും അതിന്റെ പണം പിരിച്ച് തിന്നുകയും ചെയ്യേണ്ടെന്ന ഗതികേട് ജൂതന്മാർക്കില്ല. അതുകൊണ്ടാണ് അവർ ഈ ഇരവാദവുമായി മുന്നോട്ട് വരാതെ പൊരുതാൻ ഉറച്ച യോദ്ധാക്കളായി ഇന്നും ഇസ്രായേൽ മുന്നോട്ട് പോകുന്നതിന്റെ കാരണം അതാണ്. ഇപ്പോ എല്ലാ കണ്ണുകളും റാഫയിലാണ് എന്ന ചിത്രമാണ് ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയായി ദുൽഖർ സൽമാൻ പോസ്റ്റ് ചെയ്തത്. പക്ഷേ എല്ലാ കണ്ണുകളും റാഫയിലേക്കാണോ? അല്ല, എല്ലാ കണ്ണുകളും ഇസ്രായേലിലേക്കാണ്. കാരണം ഇസ്രായേൽ എങ്ങനെയാണ് ഹിസ്ബുള്ളയെ തിരിച്ചടിക്കുന്നതെന്ന് ഇവർക്കറിയണം, എങ്ങനെയാണ് ഹൂതികളെ അടിക്കുന്നതെന്ന് അറിയണം, എങ്ങനെയാണ് ഹമാസിനെ ചൂണ്ടുവിരലിൽ നിർത്തുന്നത് എന്നറിയണം. അതേപോലെ ഈജിപ്തിന്റെ റാഫ അതിർത്തിയിലേക്ക് പ്രാണരക്ഷാർത്ഥം ഓടിപ്പോയ ഗാസക്കാരെ നോക്കിയല്ല ജനങ്ങൾ ഇരിക്കുന്നത്, ഇസ്രയേലിന്റെ തിരിച്ചടി എങ്ങനെയാണ് എന്നറിയാനാണ്. പക്ഷേ അങ്ങനെ പറഞ്ഞു പോയാൽ ഇസ്രയേൽ ജയിച്ചതാകില്ലേ? മതപരമായി ജൂതന്മാരെ 2ാം കിട പൗരന്മാരാക്കി നിർത്തേണ്ടുന്ന ഒരു ബാധ്യത ദുൽഖർ സൽമാൻ ഉണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിന് അങ്ങനെ പറയാൻ പറ്റില്ല. എല്ലാ കണ്ണുകളും ഇസ്രായേലിലേക്കാണ് എന്ന് പറഞ്ഞാൽ ജൂതന്മാർ എന്തോ വലിയ സംഭവമായിട്ട് പറഞ്ഞു എന്ന് പറഞ്ഞ് നാളെ പള്ളിവിലക്കും മറ്റും വരില്ലേ? ദുൽഖർ സൽമാൻ നായയുമായിട്ട് നിൽക്കുന്ന ചിത്രം വിട്ടാലും കുഴപ്പമില്ല, ഒരു പെണ്ണിനെ കെട്ടിപ്പിടിച്ച് അഭിനയിച്ചാലും പ്രശ്നമില്ല, ഹറാമായി എത്ര പണം ഉണ്ടാക്കിയാലും, ഇനിയും ക്ഷേത്രത്തിന്റെ നടത്തിപ്പുകാരനായാലും, കുറി തൊട്ടാലും, ലോഹയിട്ടാലും അതൊന്നും പ്രശ്നമല്ല. പക്ഷേ പലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചപ്പോൾ എല്ലാ ഹറാമുകളും ഒരുമിച്ച് ചേർന്ന് ഹലാലായ സുന്ദരമായ സാഹചര്യമാണ് നമ്മൾ കണ്ടത്. ഇരിക്കട്ടെ, റാഫ അഭയാർത്ഥി ക്യാമ്പിന് നേരെ ഇസ്രായേൽ ആക്രമണം നടത്തി 40-ലേറെ പേര് കൊല്ലപ്പെട്ടു. അതിന് പിന്നാലെ നടക്കുന്ന ഒരു ക്യാമ്പയിനിലാണ് ദുൽഖർ സൽമാനും പങ്കാളികളായത്. കാൻ ഫിലിം ഫെസ്റ്റിവലില്, ആ ഫെസ്റ്റിവലിന്റെ വേദിയിലാണ് മലയാളി താരം കനീകുസൃതി പലസ്തീൻ ഐക്യദാർഢ്യവുമായി തണ്ണിമത്തന്റെ ഒരു വാനിറ്റി ബാഗ് ധരിച്ചെത്തുന്നത്. ഇത് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വലിയ ചർച്ചയ്ക്ക് വിധേയമായിരുന്നു. കനി അഭിനയിച്ച പായൽ കബാഡിയ എന്ന ചിത്രം, ഓൾ വി ഇമാജിൻ അങ്ങനെ എങ്ങാണ്ടൊക്കെയാണ് പറഞ്ഞത് കേട്ടോ, ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റർ, അങ്ങനെ ഒരു ഫെസ്റ്റിവലാണ്. അങ്ങനെ ഗ്രാൻഡ് പ്രീ പുരസ്കാരവും ഇവർക്ക് ലഭിച്ചു എന്നാണ് പറയുന്നത്. കനി ഇങ്ങനെ ഒരു ബാഗുമായി വന്നു, കൂടുതൽ വൈറലായി, അന്താരാഷ്ട്ര തലത്തിൽ പോലും വലിയ ചർച്ചകൾക്ക് വിധേയമായി,
വിവാദമായി. അതിന് പിന്നാലെയാണ് ദുൽഖർ സൽമാൻ റാഫ ഐക്യദാർഢ്യവുമായി രംഗത്ത് വരുന്നത്. ഒരുപാട് ആളുകളാണ് ദുൽഖർ സൽമാന്റെ സ്റ്റോറിക്ക് മറുപടിയുമായി വരുന്നത്. ഇത് ഇവിടം കൊണ്ട് അവസാനിക്കുന്നില്ല. എല്ലാ കണ്ണുകളും റാഫയിലേക്കാണ് എന്ന് പറഞ്ഞ ദുൽഖർ സൽമാന്റെ തൊട്ടു പിന്നാലെ നമ്മൾ കാണുന്നത് ഒരാള് സുഡാപ്പിയാകുന്ന ചിത്രം. സുഡാപ്പി ആകുന്നതൊക്കെ കൊള്ളാം. ഷെയ്ൻ നിഗമിനി സുഡാപ്പി ഫ്രം കേരള ആയാലും, സുഡാപ്പി ഫ്രം പലസ്തീൻ ആയാലും, സുഡാപ്പി ഫ്രം അഫ്ഗാൻ ആയാലും നമുക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷേ ആൾക്കൂട്ടത്തിൽ പോയി ഇരുമ്പ് ചെട്ടിയിട്ട് എനിക്ക് പൊട്ടിത്തെറിക്കണമെന്ന് പറയാതിരുന്നാ മതി. സംറ കൺവെൻഷൻ സെന്ററിൽ മാർട്ടിൻ 4 സ്ഥലങ്ങളിൽ സ്ഫോടക വസ്തുക്കളൊക്കെ വെച്ചിട്ട് എല്ലാം സെറ്റ് ചെയ്ത് പൊട്ടിത്തെറിച്ചതുപോലെ എനിക്കും പെട്ടെന്ന് തന്നെ ഊറികളെ പ്രാപിക്കണമെന്നും എനിക്ക് പൊട്ടിത്തെറിക്കണമെന്നും പറയാതിരുന്നാ മതി. വേറെ ഇവിടെ ഒരു വിഷയവുമില്ല. ഇപ്പൊ ഷെയ്ൻ വിചാരിച്ചിരിക്കുന്നത് ഇപ്പൊ പോപ്പുലർ ഫ്രണ്ട് അതല്ലെങ്കിൽ SDPI ഇതൊന്നും അല്ല, സംഘികളെ പ്രതിരോധിക്കാനുള്ള ഏറ്റവും നല്ല പേരാണ് സുഡാപ്പി ഫ്രോം ഇന്ത്യ എന്നാണ് കക്ഷി വിചാരിച്ചത്. പക്ഷെ അല്ല. ഇതിലൂടെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കുന്ന ഒരു വസ്തുത, ഈ ഷെയ്ൻ നിഗത്തിന്റെ മാത്രമല്ല, മമ്മൂട്ടിയുടെ മാത്രമല്ല, ദുൽഖർ സൽമാന്റെ മാത്രമല്ല, ഇനി പല പേരുകളും രംഗത്ത് വരാനുണ്ട്. ഇവരുടെയൊക്കെ ഉള്ളിലുള്ള ഒരു മതബോധമുണ്ടല്ലോ, ഇതെന്റെ മതമാണ്. ഞാൻ പറഞ്ഞുതരാം ബൈജു. ഈ മതത്തിൽ നിന്നും പുറത്തു പോയിട്ട് ഇപ്പോൾ വീണ്ടും ഈ മതത്തിലേക്ക് തിരിച്ചു വന്ന ഒരു ഇസ്ലാമിക പ്രഭാഷകനുണ്ട്. അയാൾ എന്നോട് പറഞ്ഞതാണ്, കുറച്ചുകൂടി മൃദുവായിട്ട് വിമർശിച്ചാൽ മതി. ഇപ്പോ ഇസ്ലാം മത വിമർശന രംഗത്ത് എക്സ് മുസ്ലിം ആണ് എന്ന പേരില് ഞാൻ മാത്രമാണ് യുക്തിവാദി, ഞാൻ മാത്രമാണ് യുക്തിവാദി എന്ന് ഒരു ദിവസം നമ്മൾ 3 നേരം പാരസിറ്റാമോളിന്റെ ഗുളിക കഴിക്കുന്നത് പോലെ യൂട്യൂബിലൂടെ വിളിച്ചു പറയുന്ന ഒരു യുക്തിവാദിയുണ്ട്. അദ്ദേഹവും എന്നോട് പറഞ്ഞതാണ്, കുറച്ചുകൂടി മൈൽഡായിട്ട് ഇസ്ലാമിനെ വിമർശിച്ചാൽ മതി. എന്തുകൊണ്ടാണ്? ഉള്ളിൽ ആ സ്വത്വബോധം കിടക്കുന്നത് കൊണ്ടാണ്. ഞാനൊരു ഇസ്ലാമാണല്ലോ. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കള്ളനും കള്ളത്തരത്തിനും എതിരാണ്. അതല്ലാതെ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾക്ക് മാത്രമല്ല എതിര്. ഇസ്ലാമിലെ മാനവിക വിരുദ്ധതകൾക്കും മുസ്ലിങ്ങൾ ചെയ്യുന്ന ഇത്തരം ഭീകര പ്രവർത്തനങ്ങൾക്കും രണ്ടിനും എതിരാണ് ഞാൻ. ഇസ്ലാമിനും മുസ്ലിമിനും എതിരാണ് ഞാൻ. പക്ഷേ പ്രവൃത്തിപഥത്തിൽ മുസ്ലിം അല്ലാത്ത ആളുകൾക്ക് എതിരല്ല. ചില നിർദോഷികളായ മുസ്ലിങ്ങളുണ്ട്. അവർക്ക് ഈ പ്രമാണം എന്താണെന്നോ അതിലെന്താണ് അതൊന്നും അറിയില്ല. ഒരു മുസ്ലിം മാതാപിതാക്കളുടെ മക്കളായി ജനിച്ചു, ആ പശ്ചാത്തലത്തിൽ വളർന്നതിന്റെ പേരിൽ മാത്രം മുസ്ലിം ആയിട്ടുള്ള ആളുകളുണ്ട്. അവർക്കൊന്നും ഞാൻ എതിരല്ല. കാരണം അവര് പറയുന്നില്ല ഈ രാജ്യത്ത് മുസ്ലിങ്ങൾ മാത്രം മതി, മറ്റെല്ലാവരെയും അങ്ങ് കൊന്നൊടുക്കണം എന്നുള്ള അവകാശവാദം അവർക്ക് ഇല്ലാത്തിടത്തോളം നമ്മൾ അവരെ ആരെയും വിമർശിക്കുന്നില്ല. ഇപ്പോ ദുൽഖർ സൽമാന്റെ പലസ്തീൻ പ്രേമമായിരുന്നാലും അതിനകത്ത് ഒരു മതബോധമുണ്ട്. എന്റെ മതം, എന്റെ വർഗം, എന്റെ വിഭാഗം, എന്റെ സഹോദരങ്ങൾ. അതുകൊണ്ടാണ് ആർമിയിൽ പോലും പ്രവർത്തിക്കുന്നത് എന്ന് അറബി കോളേജുകളിൽ നിന്ന് നമുക്ക് കോച്ചിങ് കിട്ടുന്നത്. അഫ്ഗാനികളുടെയും പാകിസ്ഥാന്റെയും ബംഗ്ലാദേശികൾക്കും ഒക്കെ എതിരെ നമ്മൾ ആയുധം എടുക്കുകയോ വേണമെങ്കിൽ നിവൃത്തിയില്ലാതെ വന്നാൽ നമുക്ക് മതേതരന്മാരായ ഇന്ത്യൻ ജനതയ്ക്കെതിരെ എടുക്കാം, ഇന്ത്യൻ ആർമിക്കെതിരെ എടുക്കാം. എന്നാൽ പോലും നമ്മൾ നമ്മുടെ സഹോദരങ്ങളായ അവർക്കെതിരെ ആയുധം എടുക്കരുത് എന്ന് തന്നെയാണ് അറബി കോളേജുകളിൽ നിന്ന് പഠിപ്പിച്ചു വിടുന്നത്. ഇവിടെ ഷെയ്ൻ നിഗത്തിന്റെ ആണെങ്കിലും ഇങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് ഇവരുടെയൊക്കെ ഉള്ളിലുള്ള ഒരു തീവ്രവാദ ചിന്തയുണ്ടല്ലോ. അവരെ എത്ര മതേതരന്റെ കുപ്പായങ്ങൾ മാറി മാറി ഇട്ടാലും ശരി, എത്ര വലിയ അഭിനേത്രന്മാരായാലും അഭിനേത്രികളാണെങ്കിലും ശരി, ഇവർ സമൂഹത്തിലെ ഇവരുടെ അഭിനയവും കാപഠ്യവും ജനങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഒരാളും ഞാൻ സുഡാപ്പിയാണ് എന്ന് പറയാൻ ആഗ്രഹിക്കില്ല. ഇപ്പൊ സുഡാപ്പികളെ, അവരുടെ പലസ്തീൻ രൂപമായ ഹമാസിനെ, അവരുടെ തീവ്ര ആശയങ്ങളെ, ഭീകര പ്രവർത്തനങ്ങളെ നോർമലൈസ് ചെയ്യാനും അതിനെന്തോ ഒരു സംഘികളെ എതിർക്കുന്നു എന്ന വ്യാജേന ആ രൂപത്തിൽ ഒരു ബോധം സൃഷ്ടിക്കാനുമാണ് ഈ സെലിബ്രിറ്റികൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ഒരുപാട് ആളുകൾ അത് ആഘോഷിക്കുന്നുണ്ടായിരുന്നു. സംഘികൾക്കെതിരെ പ്രയോഗിക്കാനുള്ള ഒരു പദപ്രയോഗമാണ് സുഡാപ്പികൾ അല്ല. കേരള ഹൈക്കോടതി തീവ്രവാദികളാണ്, ഭീകരവാദികളാണ് എന്ന് പറഞ്ഞ 2 സംഘടനകളാണ് SDPIയും പോപ്പുലർ ഫ്രണ്ടും. ഞാൻ ആ സംഘടനയുടെ വക്താവാണ് എന്ന് ആ രൂപത്തിലുള്ള വേഷം ധരിച്ച് ഒരു സെലിബ്രിറ്റി പറയുന്നെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അവിടെ മതം കടത്തി വിട്ടു. നമ്മൾ ആരും കടത്തിവിട്ടതല്ല, അവര് കടത്തിവിട്ടതാ. എന്നിട്ട് നമുക്ക് കാണിച്ചു തന്നതാ. കല്ല്, മൂർച്ചയേറിയ കല്ലുകൾ നമ്മുടെ കയ്യിൽ തന്നിട്ട് ഞാൻ നഗ്നനാണ് എറിഞ്ഞോളാം പറഞ്ഞതാ. നമ്മൾ ആരും അവരുടെ സ്വകാര്യതകളിലേക്ക് ഊളിയിട്ട് ഇറങ്ങിയതല്ല. നമ്മൾ ആരും അവരുടെ പേഴ്സണൽ സിസ്റ്റത്തിലേക്ക് നമ്മൾ ആരും ഡിജിറ്റൽ ക്യാമറയുമായിട്ട് ചെന്നതല്ല. ദാ ഞാൻ സുഡാപ്പിയാണ്,
ഞാനൊരു തീവ്രവാദിയാണ്, ഹമാസിന്റെ ആശയങ്ങളെയും പോപ്പുലർ ഫ്രണ്ടിന്റെ രാജ്യവിരുദ്ധ ആശയങ്ങളെയും SDPIയുടെ ഇസ്ലാം മത രാജ്യം എന്ന ആശയങ്ങളെയും ഞാൻ പിന്തുണയ്ക്കുന്നു എന്ന് നമ്മളോട് വിളിച്ചു പറഞ്ഞതാ. അങ്ങനെ ആഗോള തീവ്രവാദത്തിന് കേരളത്തിൽ നിന്ന് ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് ഞാനുണ്ട്, ആരുണ്ട് എന്റെ പിന്നിൽ നിൽക്കാൻ എന്നുള്ള ചോദ്യമാണ് ഈ പോസ്റ്റിലൂടെ ഞാൻ മനസ്സിലാക്കിയത്. കാരണം ഇയാളെ ഇഷ്ടപ്പെടുന്ന സിനിമാ മേഖലയിലുള്ള, പൊതുമേഖലയിലുള്ള, സാധാരണക്കാരായ ക്യാമ്പസുകളിലുള്ള, അങ്ങനെ വ്യത്യസ്തമായ തലങ്ങളിലുള്ള ആളുകൾ ഷെയ്ൻ നിഗം ഉദ്ദേശിച്ചതുപോലെ തന്നെ അതിനെ ഏറ്റുപിടിച്ചു. ഷെയ്ൻ നിഗത്തിന്, അതായത് ചില ഉപരോധങ്ങളോട് നമ്മൾ ഐക്യപ്പെടണം എന്ന രൂപത്തിൽ ഒരുപാട് ആളുകൾ കൊണ്ടുപിടിച്ച് അതേ സ്റ്റാറ്റസുമായി നടന്നത് നമുക്കറിയാം. ഇപ്പൊ ദുൽഖർ സൽമാന്റെ ആണെങ്കിലും എല്ലാ കണ്ണുകളും റാഫയിലേക്കാണ്. ശരി, എല്ലാവരും ഹമാസിനെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നു എന്ന് തന്നെയാണ് പറഞ്ഞത്. എല്ലാവരും ഗാസയിലെ ജനതയെ ഉറ്റുനോക്കുന്നു എന്ന് തന്നെയാണ് പറഞ്ഞത്. എല്ലാവരും ഇസ്രയേലിനെ എതിർക്കുന്നു എന്ന് തന്നെയാണ് പറഞ്ഞത്. അതുപോലെ ഇയാളും പറയുന്നു, ഞാൻ ഒരു സുഡാപ്പിയാണ്, അതായത് പോപ്പുലർ ഫ്രണ്ടിന്റെ തീവ്രമായ ആശയങ്ങൾക്ക് പബ്ലിക്കായി പിന്തുണ പ്രഖ്യാപിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ എന്ന് പബ്ലിക്കായിട്ട് പറഞ്ഞിരിക്കുന്നു. ഞാൻ അതാണ് അതിൽ നിന്ന് മനസ്സിലാക്കിയത്. കഴിഞ്ഞ ഒരുപാട് മാസങ്ങൾക്ക് മുൻപ് ഞാനൊരു വിഷയം ചെയ്തിരുന്നു. അതായത് ഇവിടുത്തെ സമാധാന പ്രിയരായിട്ടുള്ള മുസ്ലിങ്ങളെയും അതുപോലെ ഇവിടുത്തെ സമാധാന പ്രിയരായിട്ടുള്ള ക്രൈസ്തവരെയും ഹിന്ദുക്കളെയും വെല്ലുവിളിച്ചുകൊണ്ടാണ് ഞാൻ അന്നൊരു വിഷയം ചെയ്തിരുന്നത്. മറ്റൊന്നുമല്ല, ഇവരെല്ലാവരും മൂർത്തിമദ്ഭാവമായിട്ട് കാണുന്ന ദൈവത്തിന്റെ ആ ഒരു നാമം, അത് ഹിന്ദുക്കളെ ഇപ്പോൾ തീവ്രവാദികളായിട്ട് ചിത്രീകരിക്കാൻ വേണ്ടി പറയുന്ന ഒരു വാക്കാണ് ജയ് ശ്രീറാം എന്നുള്ളത്. അതുപോലെ ഈ ക്രിസ്ത്യാനികളുടെ പറയുകയാണെങ്കിൽ അവരുടെ ആ ഒരു വാക്ക് ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എന്നുള്ളത്. മറ്റേ മുസ്ലിങ്ങളെ പറയുന്നത് അല്ലാഹു അക്ബർ അല്ലെങ്കിൽ കുലു തക്ബീർ അല്ലാഹു അക്ബർ, ഇങ്ങനെയുള്ള 3 വാക്കുകൾ. അതിൽ ഞാൻ ഒന്ന് പറഞ്ഞു, ഒന്നെങ്കിൽ റെയിൽവേ സ്റ്റേഷനിലോ അല്ലെങ്കിൽ തിയേറ്ററിലോ പോയിട്ട് നിങ്ങൾ ഈ മൂന്ന് മതസ്ഥരായിട്ടുള്ള ആളുകൾ, ഒന്ന് അല്ലാഹു അക്ബർ വിളിക്കുക മുസ്ലിം വേഷം ധരിച്ചിട്ട്, ഒന്ന് ഹിന്ദു വേഷം ധരിച്ചിട്ട് ജയ് ശ്രീറാം പറഞ്ഞു നോക്കുക, ഒന്ന് ലോഹയൊക്കെ വിട്ട് ക്രിസ്ത്യാനി വേഷം ധരിച്ചുകൊണ്ട് നിങ്ങളുടെ ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എന്ന് പറയുക. ഇവിടെ കിട്ടും കൃത്യമായിട്ടും ആരാണ് ഈ നാട്ടിൽ, ആരാണ് ഈ ലോകത്ത് സമാധാനം വിതയ്ക്കുന്നത്, അസമാധാനം വിതയ്ക്കുന്നത് എന്ന് അത് നമ്മൾ നേരിട്ട് കണ്ടു ടീച്ചറെ. ഇത് മാസങ്ങൾക്ക് മുൻപ് പറഞ്ഞതാണെങ്കിൽ പോലും ഇന്നത് ലൈവായിട്ട് നമ്മൾ കണ്ടു. ഈ മമ്മൂട്ടി തന്നെ പുഴു എന്ന് പറയുന്ന സിനിമയ്ക്ക് പിറകിൽ പ്രവർത്തിച്ച ആ ഒരു ഇസ്ലാമിക അജണ്ടയുണ്ട് എന്ന വെളിപ്പെടുത്തലിന് ശേഷം അദ്ദേഹത്തിന്റെ സിനിമ ഇറങ്ങി, ടർബോ എന്ന് പറയുന്ന സിനിമ ഇന്ന് വളരെ വിജയകരമായി മുന്നോട്ട് പോകുന്നു എന്നാണ് പറയുന്നത്. പക്ഷെ ഞാൻ പല സൈറ്റുകളും ഓൺലൈൻ സൈറ്റുകളിൽ ചാനൽ കയറി ബുക്ക് ചെയ്യാൻ നോക്കുന്ന സമയത്ത് ഒരുപാട് ബ്ലാങ്ക് ടിക്കറ്റുകളാണ് കണ്ടത്. ഈ സുഡാപ്പികൾ പ്രചരിപ്പിക്കുന്നത് എങ്ങനെയെന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നില്ല. ഏതായാലും ടർബോ എന്ന് പറയുന്ന സിനിമയിൽ മമ്മൂട്ടിയെ കാണിക്കുന്ന സമയത്ത് അല്ലാഹു അക്ബർ എന്ന് വിളിച്ചുകൊണ്ട് കുറെ ആളുകൾ, ഒരു 1-2 ആളുകൾ മുദ്രാവാക്യം വിളിക്കുന്നു. അതോടുകൂടി ആ തിയേറ്ററിലുള്ള ആളുകൾ ജീവനും കൊണ്ട് ഓടി എന്നുള്ളത് വാർത്താ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നതാണ്. നമ്മൾ ആരും പറഞ്ഞതല്ല. ഒരു സീറ്റിൽ പോലും ഒരാൾ പോലും ഇരുന്നില്ല. എന്തുകൊണ്ടായിരിക്കാം എന്നുള്ളത് കൃത്യമായിട്ടും ഓരോ മുസ്ലിംമാനും ചിന്തിക്കേണ്ടത് തന്നെയാണ്. കാരണം ഇന്ന് കഴുത്തിൽ പ്ലാക്കാർഡ് തൂക്കിക്കൊണ്ട് ഞങ്ങൾ സമാധാനത്തിന്റെ മതസ്ഥരാണെന്ന് വിളിച്ചോതിക്കൊണ്ട് പരസ്യപ്പെടുത്തേണ്ട അവസ്ഥ ഏത് മതത്തിനാണ് വന്നിട്ടുള്ളത് എന്ന് ചിന്തിക്കുന്നിടത്ത് എന്തുകൊണ്ടാണ് ഈ പറയുന്ന അല്ലാഹു അക്ബറും ജയ് ശ്രീറാമും അല്ലെങ്കിൽ ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എന്ന ഈ 3 വചനങ്ങൾ 3ഉം ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറയുന്നതാകുമ്പോൾ അതിൽ ഒന്ന് പറയുമ്പോൾ മാത്രം ലോകത്തുള്ള ജനങ്ങൾ ജീവനും സ്വത്തും എല്ലാം കയ്യിലെടുത്ത് ഓടുന്നത് എന്ന് ചിന്തിച്ചാൽ കൃത്യമായിട്ടും ഈ പ്ലാക്കാർഡ് തൂക്കേണ്ട അവസ്ഥ ആരാണ് എത്തിച്ചത് എന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. മാത്രമല്ല, നമ്മൾ ഈ ആ ഒരു മയക്കുമരുന്നിന്റെ വിഷയത്തിലേക്ക് കടന്നത് കൊണ്ട് തന്നെ ആ വിഷയം കൂടി ഒന്നുകൂടി സൂചിപ്പിച്ചിട്ട് ടീച്ചറിലേക്ക് വരാം. നോക്കൂ, ഈ മയക്കുമരുന്ന് വിൽപ്പനക്കാർ ആരാണ് എന്നുള്ളതിന്റെ റേഷ്യോ നിങ്ങൾക്ക് എല്ലാവർക്കും ഏതെങ്കിലും ഒരു പോലീസുകാരനോ അതല്ലെങ്കിൽ ഏതെങ്കിലും സ്റ്റേഷനുമായി ബന്ധപ്പെട്ട ആളുകളുണ്ടെങ്കിൽ കൃത്യമായിട്ടും നിങ്ങളത് അന്വേഷിച്ച് നോക്കുക. ഇതിൽ ഏറ്റവും കൂടുതൽ എന്നെ വേദനിപ്പിച്ച ഒരു വിഷയമുണ്ട്. കാരണം ഞാൻ മറ്റൊരു ആളെ കണ്ടത് 4 ലിറ്റർ മദ്യം കൈവശം വെച്ചതിന് റിമാൻഡിൽ കിടക്കുന്ന ഒരു പാവത്തെയാണ്. ആ മനുഷ്യന് ജാമ്യം നിൽക്കാൻ പോലും ആളില്ല. ഒരു ഹിന്ദു നാമധാരിയാണ്. അദ്ദേഹത്തിന് ജാമ്യം കിട്ടിയിട്ടും ജാമ്യം നിൽക്കാൻ ആളില്ലാത്തത് കൊണ്ട് വീണ്ടും ജയിലിൽ കഴിയുകയാണ്. വെറും 4 ലിറ്റർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, മദ്യം എന്ന് പറയുന്ന സാധനം 10-80 രൂപയ്ക്കുള്ള മദ്യം ഉൽപ്പാദിപ്പിക്കുന്നു. അത് 800-നും 1500-നും വിറ്റ് 100-200-300% പ്രോഫിറ്റ് ലാഭം കൊയ്തുകൊണ്ട് നമ്മുടെ ഈ കേരളം എന്ന് പറയുന്ന ഈ നാടിനെ നിലനിർത്തിക്കൊണ്ടിരിക്കുന്ന, ഇതിന്റെ ഖജനാവ് നിലനിർത്തിക്കൊണ്ടിരിക്കുന്ന
ഏറ്റവും കൂടുതൽ മദ്യം വിറ്റ് ജനങ്ങളെ സേവിക്കാൻ വേണ്ടി മന്ത്രിമാർക്ക് ശമ്പളവും അതല്ലെങ്കിൽ കൈയിട്ട് വാരി നക്കാനും വേണ്ടി കാശ് കൊടുക്കേണ്ട ഗതികേട് വന്നിട്ടുള്ള ലോകത്തെ ഏക സംസ്ഥാനം എന്ന് ഏത് ചോദിച്ചു കഴിഞ്ഞാൽ അതും ഈ കേരളമാണെന്ന് ഉത്തരത്തിലേക്ക് എത്തിയിട്ടുള്ള ഈ മദ്യം കൃത്യമായിട്ട് ബീവറേജിൽ കാശ് കൊടുത്ത് വാങ്ങുന്നു. ആ ബില്ലുമായി വന്ന ഇയാൾ 4 ലിറ്റർ മദ്യം കൈവശം വെച്ചതിന് പുറത്തിറങ്ങുമ്പോൾ പോലീസ് പിടിക്കുന്നു, അയാളെ റിമാൻഡ് ചെയ്യുന്നു. എന്നിട്ടോ ആ പാവത്തിനെ റിമാൻഡ് ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കണം 150 ഗ്രാം കഞ്ചാവ് പിടിച്ച അജ്മൽ എന്ന് പറയുന്ന 22 വയസ്സുകാരനെ വെറും സ്റ്റേഷൻ ജാമ്യത്തിൽ വിടുന്നു. ഈ 3 ലിറ്റർ മദ്യം കൈവശം വെച്ചത്, അതായത് 3 ലിറ്റർ കൈവശം വെക്കാം, 4 ലിറ്റർ ആയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ 3ന്റെ മേലെ 3.5 ലിറ്റർ ആയി കഴിഞ്ഞാൽ അയാൾക്ക് ജാമ്യമില്ലാതെ ജയിലിൽ അടയ്ക്കുന്നു. ഈ സിസ്റ്റം ആർക്ക് വേണ്ടിയാണ്? ഇവിടുത്തെ നീതിന്യായ വ്യവസ്ഥകളോട് ചോദിക്കേണ്ടതുണ്ട്. കാരണം ഇങ്ങനെ ഒരു സിസ്റ്റം ഇരിക്കുമ്പോൾ പോലീസ് സ്റ്റേഷനിൽ നിന്നും പേഴ്സണൽ ജാമ്യം നേടി 2 വ്യക്തികളെ വെച്ചുകൊണ്ട് ജാമ്യം നേടി പുറത്തു പോകുമ്പോൾ ഇതിൽ ആരാണ് ഏറ്റവും അപകടകാരി? മയക്കുമരുന്ന് വിൽക്കുന്നവനാണോ മദ്യം വിൽക്കുന്നവനാണോ ഏറ്റവും അപകടകാരി എന്ന് ചോദിക്കുമ്പോൾ മദ്യം വിൽക്കുന്നവനാണ് അപകടകാരിയെങ്കിൽ ഈ മദ്യം ഉൽപ്പാദിപ്പിച്ച് ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി ഇവിടെ ബീവറേജ് ഔട്ട്ലെറ്റുകളും ബാറുകളും തുറന്നു വെച്ചിരിക്കുന്ന ഇവരപ്പം എന്താ നിരപരാധികളാണ്? ഇവിടെ മയക്കുമരുന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ആളുകൾക്കെതിരെയും കേസെടുക്കുന്നുണ്ടല്ലോ. ഇവിടെ മയക്കുമരുന്ന് ആര് ഉൽപ്പാദിപ്പിച്ചാലും അത് ഇല്ലീഗൽ ആയതുകൊണ്ട് തന്നെ അവർക്കെതിരെ കേസെടുത്തുകൊണ്ടും അത് നശിപ്പിച്ചുകൊണ്ടും ഒക്കെ വലിയ വലിയ മാഫിയകൾ രക്ഷപ്പെടുന്നുണ്ടെങ്കിലും ചെറിയ ചെറിയ വാർത്തകൾ നമ്മൾ കേൾക്കാറുണ്ട്. മലമുകളിലും കാടിനുള്ളിലും ഒക്കെ കഞ്ചാവ് കൃഷി വെട്ടി നശിപ്പിച്ചു എന്ന വാർത്തകൾ നമ്മൾ കേൾക്കാറുണ്ട്. ഏതെങ്കിലും ഒരുത്തൻ ഈ കഞ്ചാവിന്റെ വിത്ത് മുളച്ച് തന്റെ ചെടിച്ചട്ടിയിൽ ഇത് കഞ്ചാവാണ് എന്ന് പോലും തിരിച്ചറിയാതെ ഒരു കഞ്ചാവ് ചെടി വളർന്നു നിൽക്കുന്നുണ്ടെങ്കിൽ ആ പാവം പിടിച്ച ആളെ കൊണ്ട് പോലും അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്യുന്ന സിസ്റ്റം നമ്മൾക്കറിയാം. അപ്പോൾ ഇത് ഉൽപ്പാദിപ്പിക്കുന്നവർക്ക് പ്രശ്നമില്ല. ഇത് ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് ഇവിടെ നാട്ടിൽ വിതരണം നടത്തി കാശ് വാങ്ങി വിതരണം ചെയ്യുന്ന സർക്കാരുകൾക്ക് കുഴപ്പമില്ല. പക്ഷേ 3 ലിറ്ററിന് മുകളിൽ 4 ലിറ്റർ വാങ്ങിയ ഒരു പാവത്തിന് ജാമ്യം കിട്ടാതെ ജയിലിൽ കിടക്കേണ്ട അവസ്ഥ വരുന്നുണ്ടെങ്കിലും ഈ MDMA അടക്കമുള്ള അതിൽ LSD അടക്കമുള്ള മയക്കുമരുന്ന് ഒരുപാട് നമുക്ക് അറിയാത്ത പേരുകൾ പോലും ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത്തരത്തിലുള്ള മയക്കുമരുന്നുകൾക്കെതിരെ ഇവിടെ നടപടി എത്രത്തോളമാണ് എടുക്കുന്നതെന്നും ഇതിന്റെ വേരുകളിലേക്ക് എന്തുകൊണ്ട് ഇറങ്ങി പുറപ്പെടുന്നില്ല എന്നുള്ളതും ഇന്ന് 5ാം ക്ലാസ് മുതൽ അല്ലെങ്കിൽ 4ഓ 5ഓ ക്ലാസ് മുതൽ തന്നെ കുട്ടികളിലേക്ക് എങ്ങനെയാണ് ഈ മയക്കുമരുന്ന് വ്യാപനം നടന്നതെന്നും എല്ലാം ചിന്തിക്കേണ്ട വലിയൊരു കാലഘട്ടത്തിലൂടെ തന്നെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇവിടെ മുസ്ലിം നാമധാരികൾ ഈ മയക്കുമരുന്നിന് പിറകിലുണ്ടെന്ന് ആരോപിക്കുന്നത് എന്ന് നിങ്ങൾ തന്നെ ചിന്തിക്കുക. ഇത് റെക്കോർഡുകൾ പറയുന്നതാണ്. ഇത് ഞാനോ അല്ലെങ്കിൽ ടീച്ചറോ ഇരുന്ന് വെറുതെ വായ്ത്താളം അടിക്കുന്നതല്ല. ഇവിടെ പിടിക്കപ്പെടുന്ന പ്രതികളെല്ലാം ഇസ്ലാമിക നാമധാരികളാകുമ്പോൾ അവർക്ക് സ്റ്റേഷൻ ജാമ്യം പോലും കൊടുത്ത് പുറത്തു വിട്ടുകൊണ്ട് ഈ സമൂഹത്തെ കാർന്നു തിന്നുന്ന മയക്കുമരുന്നിന് അഡിക്റ്റ് ആക്കിക്കൊണ്ട് വരുന്ന തലമുറയെ അതല്ലെങ്കിൽ ഇപ്പൊ നിലവിലുള്ള തലമുറയെ ഇത്ര കണ്ട് ഈ രീതിയിലേക്ക് നോക്കുക. ആലോചിച്ച് നമ്മുടെ നാടിന്റെ സ്വത്ത് എന്ന് പറയുന്നത് എന്താണ്? ഓരോ രാജ്യത്തിന്റെയും നാടിന്റെ സ്വത്ത് യുവതലമുറകൾ തന്നെയാണ്. പിന്നെയോ വളർന്നു വരുന്ന കുട്ടികൾ തന്നെയാണ്. ആ കുട്ടികളുടെ കാമ്പിൽ തന്നെ ഈ മയക്കുമരുന്ന് വെച്ച് നശിപ്പിക്കുമ്പോൾ ഏത് ആൾക്കാർക്ക് ഏത് നാടിനാണ് നഷ്ടം? നമ്മുടെ ഈ നാടിന് തന്നെയാണ്. മാത്രമല്ല എന്തുകൊണ്ടാണ് യുവാക്കൾ ഈ നാട്ടിൽ നിന്നും ജീവനും കൊണ്ട് രക്ഷപ്പെടുന്നത്? എന്തുകൊണ്ടാണ് രക്ഷിതാക്കൾ തങ്ങളുടെ മക്കളെ കേരളത്തിൽ നിന്ന് പുറം നാടുകളിലേക്ക് പഠിപ്പിക്കാൻ അയക്കുന്നത്? എന്തുകൊണ്ടാണ് തങ്ങളുടെ മക്കൾ പുറം നാടുകളിൽ ജോലി എടുക്കാൻ വേണ്ടി രക്ഷിതാക്കൾ ആഗ്രഹിക്കുന്നത്? ഇപ്പോൾ എല്ലാവരും പറയാറുണ്ട്, ഓ ഗുജറാത്തുകാരൊക്കെ അല്ലെങ്കിൽ ബംഗാളികളൊക്കെ ഇവിടെ വന്ന് നിൽക്കുന്നുണ്ടല്ലോ, ഒരുപാട് അന്യദേശ സംസ്ഥാനക്കാർ ഇവിടെ വന്ന് നിൽക്കുന്നുണ്ടല്ലോ, നീയൊക്കെ ഗുജറാത്ത് പോടാ എന്നൊക്കെ നമ്മളോട് പറയാറുണ്ടല്ലോ. നിങ്ങൾ മനസ്സിലാക്കുക, ഗുജറാത്തിൽ ലക്ഷക്കണക്കിന് മലയാളികൾ ജോലി ചെയ്യുന്നുണ്ട്. ഗുജറാത്ത് എന്ന് പറയുന്ന സംസ്ഥാനത്ത് വേണ്ട ഉത്തർപ്രദേശ് എന്ന് പറയുന്ന യോഗി ആദിത്യനാഥ് ഇരിക്കുന്ന ഉത്തർപ്രദേശ് ഉണ്ടല്ലോ, അവിടെ എത്ര മലയാളികളുണ്ട്? ലക്ഷക്കണക്കിന് മലയാളികളാണ് അവിടെ സമാധാനത്തോടെ ജോലി ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് ഇവരൊക്കെ വിഭവ സമാഹരണം അതല്ലെങ്കിൽ അവരുടെ ആ ഒരു കായികാധ്വാനം അവരുടെ ആ ബുദ്ധി ഇതെല്ലാം മുരടിപ്പിച്ചുകൊണ്ട് അവിടെ പോയി ജോലി എടുക്കുന്നത്? ഇവിടെ എന്തുകൊണ്ട് അത് ചെയ്യുന്നില്ല എന്ന് ചോദിക്കുന്നിടത്താണ് ഇവിടെ എങ്ങനെയാണ് ഇപ്പൊ 2020 എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയെ കുറിച്ച് നമ്മൾ കേൾക്കാറുണ്ടല്ലോ. ആ സാബു ജേക്കബ് അടക്കമുള്ള ആളുകൾ ഇവിടെ എന്തുകൊണ്ടാണ് ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടുകൊണ്ട് ഇവിടെ നിലവിലുള്ള ബിസിനസ്സുകൾ എന്തുകൊണ്ടാണ് ഇന്ന് നിർത്താൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്? ഒരു ചാൻ കയറിൽ തൂങ്ങി മരിച്ച ഇന്നത്തെ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെ ഭാര്യയായിട്ടുള്ള ശ്യാമള എന്ന് പറയുന്ന സ്ത്രീയുടെ ദ്രോഹം കൊണ്ട് തൂങ്ങി മരിച്ചൊരു സാജൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട്. ആ സാജൻ എന്തുകൊണ്ടാണ് തൂങ്ങി മരിച്ചത്? അദ്ദേഹത്തിന് കടം വാങ്ങാവുന്നിടത്തുനിന്നെല്ലാം വാങ്ങിക്കൊണ്ട് ഗൾഫിൽ അദ്ദേഹത്തിന് നല്ല കാലം മുഴുവൻ ജോലി ചെയ്ത് ആ സമ്പാദ്യവുമായി ഈ നാട്ടിൽ വന്നുകൊണ്ട് ഇവിടെ ഒരു കൺവെൻഷൻ സെന്റർ തുടങ്ങുന്നു. കൺവെൻഷൻ സെന്റർ തുടങ്ങുന്ന തറക്കല്ലിട്ട നാൾ മുതൽ കൈക്കൂലി കൊടുത്ത് മുടിഞ്ഞ് കടം വാങ്ങാവുന്നിടത്തെല്ലാം വാങ്ങി അവസാനം മരണത്തിന്റെ തുമ്പത്ത് നിൽക്കുന്ന ആ മനുഷ്യൻ അത് പ്രവർത്തിക്കാനുള്ള അനുമതി ഈ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെ ഭാര്യ കൂടിയുള്ള ആ സ്ത്രീ
ഭരിക്കുന്ന ആ നഗരസഭ അനുമതി കൊടുക്കുന്നില്ല. അതുകൊണ്ട് സർവ്വതും നശിച്ച ആ മനുഷ്യൻ ഒരു മുഴം കയറിൽ തൂങ്ങി മരിക്കുന്ന അവസ്ഥയിലേക്ക് എന്തുകൊണ്ടാണ് ഈ നാട് മാറിയത്? അങ്ങനെ നൂറായിരം ചോദ്യങ്ങൾ ഇവിടെ ചോദിക്കേണ്ടതുണ്ട്. മയക്കുമരുന്ന് വിഷയത്തിൽ എന്തുകൊണ്ടാണ് കേരളം മാത്രം ഇന്ന് ഉയർന്ന പേര് കേൾക്കുന്നത്? നമുക്കറിയാം, അന്യ സംസ്ഥാനങ്ങൾ, ഇപ്പൊ പഞ്ചാബ് അടക്കമുള്ള ഒട്ടേറെ സംസ്ഥാനങ്ങളിലായിരുന്നു ഇതിനു മുൻപ് മയക്കുമരുന്നിൽ നമ്പർ 1 ആയിരുന്നതെങ്കിൽ ഇന്ന് അതിന്റെയും ഹബ്ബായി മാറാൻ പോകുന്നത് കേരളം തന്നെയാണ്. ഇന്ന് ഇസ്ലാമിക ജിഹാദിസത്തിന്റെയും ഈ മയക്കുമരുന്നിന്റെയും ഹബ്ബായി മാറുമ്പോൾ അത് ചോദ്യം ചെയ്യപ്പെടേണ്ടതല്ലേ? അതിനെ മതത്തിന്റെ മറ വെച്ചുകൊണ്ട് രണ്ട് കണ്ടുകൊണ്ട് നോക്കിക്കൊണ്ട് അതിനെ കുഴിച്ചു മൂടാൻ വേണ്ടി ഈ പറയുന്ന ഇസ്ലാമിക നാമധാരികളുടെ സിനിമാ താരങ്ങളും അതല്ലെങ്കിൽ ഒട്ടേറെ മുഖങ്ങൾ പുറത്തു വരുമ്പോൾ ആ മുഖം മൂടി വലിച്ചു കീറപ്പെടേണ്ടത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ചൊറിയാതെ വയ്യയിൽ ഏറ്റവും കൂടുതൽ നമ്മൾക്ക് ഇതുകൂടി സംസാരിക്കേണ്ടതുണ്ട്. എന്തായാലും ടീച്ചറിലേക്ക് ഞാൻ കൈമാറുകയാണ്. ടീച്ചറെ പറഞ്ഞോളൂ, ചൊറിഞ്ഞോളൂ. നമ്മളിപ്പോ എല്ലാ മേഖലകളിലും മതം നോക്കേണ്ടുന്ന ഒരു അവസ്ഥയിലേക്ക്, അതല്ലെങ്കിൽ അത്തരം ഒരു സമൂഹമായിട്ട് നമ്മൾ മാറുന്നു. എന്തുകൊണ്ടാണ്? ഇതൊന്നും തുടങ്ങി വെച്ചത് നമ്മൾ ആരുമല്ല. ആരാണോ തുടങ്ങി വെച്ചത് അവരാണ് ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അവരുടെ തൊടയിൽ നുള്ളുമ്പോൾ മാത്രം വേദന ഉണ്ടായാൽ പോരല്ലോ. നമ്മുടെ സമൂഹത്തെ ആ രൂപത്തിൽ പര്യാപ്തമാക്കി എടുക്കുകയായിരുന്നു ഇവർ. സോഷ്യൽ മീഡിയയിലെ മലയാളത്തിലെ പ്രമുഖരായ പല നടന്മാർക്കും പല നടിമാർക്കുമെതിരെ പലപ്പോഴും ക്രൂരമായ സൈബർ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. അതിൽ ചിത്രയടക്കം പല വിഷയങ്ങളിലും മതം കടന്നു വന്നിട്ടുണ്ട്. അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള വിഷയം അവരുടെ ഒരു ഫേസ്ബുക്ക് സൈറ്റിൽ, അതല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ, അതല്ലെങ്കിൽ യൂട്യൂബില് ഞാൻ ഇന്ന സ്ഥലത്ത് പോയി പ്രാണപ്രതിഷ്ഠ ചെയ്തു, ശരി നിങ്ങളും ചെയ്തോ, വേണമെങ്കിൽ ചെയ്താൽ മതി, ചെയ്തിട്ടില്ലെങ്കിൽ ആരെയും അടിക്കണമെന്നോ കൊല്ലണമെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല, ഒരു നിബന്ധനയും വെച്ചിട്ടില്ല. ഞാൻ മക്കയിലേക്ക് പോകുന്നു, നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് മക്കയിലേക്ക് പോകാം. എത്രയോ കോടിക്കണക്കിന് ആളുകൾ ആ രൂപത്തിൽ ചെയ്യുന്നുണ്ട് വീഡിയോസ്. ഞാൻ നോമ്പ് പിടിച്ചു, നിങ്ങൾക്ക് വേണമെങ്കിൽ പിടിക്കാം, നോമ്പിരുതാ ഇന്ന ഗുണങ്ങളുണ്ട്, ഞാൻ 5 നേരം നമസ്കരിക്കുന്നുണ്ട്, അപ്പോൾ എനിക്ക് ഇന്ന പ്രോഫിറ്റുകൾ കിട്ടുന്നുണ്ട്, മാനസികമായി എനിക്ക് ഒരുപാട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് പല വിഷയങ്ങളിലും, ശരി നിങ്ങളും ചെയ്തോ, അങ്ങനെയൊക്കെ പറയുന്നത് പോലെ ഒരു വ്യക്തി അവരുടെ വിശ്വാസത്തെ പ്രചരിപ്പിക്കാൻ ശ്രമിച്ചു. അതിനുള്ള സ്വാതന്ത്ര്യം അവർക്ക് ഈ ജനാധിപത്യ ഭരണഘടന നൽകുന്നുണ്ട്. അതുകൊണ്ടാണ് അവരത് ചെയ്തത്. പക്ഷേ പലപ്പോഴും നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത വിഷയങ്ങളിൽ മതം കടന്നു വരും. പല സൈബർ ആക്രമണത്തിന് പിന്നിലും മതം കയറ്റിവിടുന്നു എന്നതാണ് ഞെട്ടിക്കുന്ന വസ്തുത. നേരത്തെ തന്നെ പ്രത്യേകിച്ച് ഒരു കാരണവുമില്ലാതെ ചാണകമായ നടനാണ് മോഹൻലാൽ. ലാലേട്ടൻ ഒരു ക്ഷേത്ര ദർശനത്തിന്റെ പടമോ മറ്റ് പൊതുപരിപാടിയുടെ ചടങ്ങോ ഇട്ടാല് അതിന്റെ അടിയിലെ പല ആളുകളും വന്ന് ക്രൂരമായ രൂപത്തിൽ കമന്റ് ചെയ്ത് വിനോദമടയുന്നത് നമുക്ക് കാണാം. ചാണകം എന്ന് പോസ്റ്റ് ചെയ്യൽ പതിവാണ്. പക്ഷേ എല്ലാവരും, അവര് സെലിബ്രിറ്റികളാണെങ്കിലും അവര് മനുഷ്യരാണ്. കഴിഞ്ഞ ദിവസം നമ്മുടെ പണിക്കര് ഒരു പോസ്റ്റ് ഇട്ടു. അവിടെ പണിക്കര് തന്നെ പിന്നെ ഒരു കഴുതയുടെ പുറത്തിരിക്കുന്ന ഒരു ചിത്രം എടുത്തിട്ട് ഇവര് പോസ്റ്റ് ചെയ്തു. എന്നിട്ട് ദയവ് ചെയ്ത് കുട്ടിയെങ്കിലും അങ്ങനെ ആക്കല്ലേ എന്ന് പറഞ്ഞു. ഉടനെ തന്നെ പണിക്കര് വളരെ ഹ്യൂമർ ആയിട്ട് എന്റെ മോന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ഇത്രയും ശുഷ്കാന്തി ഉണ്ടല്ലോ, നന്ദി എന്ന് പറഞ്ഞ് പോസ്റ്റ് ഇട്ടു. ഒരു പക്ഷേ എല്ലാവർക്കും അതേ സെൻസിൽ ഇത്തരം ക്രൂരമായ വിമർശനങ്ങളെ കാണാൻ കഴിഞ്ഞെന്ന് വരില്ല. എന്തായിരുന്നാലും ഇനിയിപ്പോ മമ്മൂട്ടിയെ മോഹൻലാലിനെ പറഞ്ഞാലും സുരേഷ് ഗോപിയെ പറഞ്ഞാലും ഉണ്ണി മുകുന്ദനെ പറഞ്ഞാലും ശരി, അവരൊരു പക്ഷെ ആ സെൻസിൽ എടുക്കാൻ പിന്നീട് നമ്മൾ പബ്ലിക് അവരെ പര്യാപ്തപ്പെടുത്തി എടുക്കുകയാണ്. പക്ഷേ നാളിതുവരെ കേരളത്തിന്റെ മതേതര ഫാബ്രിക്കിനെ പരിക്കേൽപ്പിക്കുന്ന ഒരു നടപടിയും മോഹൻലാലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. ഇനി എന്നെ അങ്ങനെ പറഞ്ഞു, എന്നെ ഇങ്ങനെ പറഞ്ഞു, ഒരു പരാതിയോ ഒരു പരിഭവമോ പറഞ്ഞ് ഇവരാരും മുന്നോട്ട് വന്നിട്ടില്ല. ശരി, ഞാൻ ചാണകമാണ് എന്ന് പറഞ്ഞു തന്നെയാണ് സുരേഷ് ഗോപി അതിനെ പ്രതിരോധിച്ചിട്ടുള്ളത്. ഇതുപോലെ പുഴു എന്ന വിഷയം എടുക്കും. പുഴു എന്ന സിനിമയെ സംബന്ധിച്ച വിവാദം ഉണ്ടായപ്പോൾ മമ്മൂട്ടിയെ ജിഹാദിയാക്കിയിട്ടായിരുന്നു പ്രചാരണം നടന്നത്. അതായത് മോഹൻലാലിനെ പറഞ്ഞപ്പോഴും ഉണ്ണി മുകുന്ദനെ പറഞ്ഞപ്പോഴും സുരേഷ് ഗോപിയെ പറഞ്ഞപ്പോഴും ഒരു ഹൈന്ദവനും ഇളകിയിട്ടില്ല. ഒരു ഹിന്ദുവോ ഒരു ക്രിസ്ത്യാനിയോ ഒന്നും വർഗീയത പറഞ്ഞോ മതം കുത്തിക്കയറ്റിയോ അതുവഴി വന്നിട്ടില്ല. പക്ഷേ നമ്മുടെ നാട്ടിൽ കേരളത്തിലെ ചില വിദ്വേഷ പ്രചാരകര് അവര് തുടങ്ങിയ ഒരു ക്യാമ്പയിൻ മമ്മൂട്ടിയിൽ മതം കടത്തിവിട്ടു എന്ന് മാത്രമല്ല ആ വിഷയം ആകെ കത്തിജ്വലിച്ചു നിന്നു.
മമ്മൂട്ടി ജിഹാദിയോ എന്ന് ചോദിച്ച് നോർത്ത് ഇന്ത്യൻ പത്രങ്ങളിൽ പോലും വാർത്തകൾ വരുന്നു. പക്ഷേ മമ്മൂട്ടിയുടെ കരിയർ അറിയാവുന്ന ആളുകൾക്കറിയാം, എത്രയോ ഹൈന്ദവ ക്രിസ്ത്യൻ കഥാപാത്രങ്ങൾ അടക്കം വൈവിധ്യമാർന്ന ധാരാളം റോളുകൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. പക്ഷേ ചില വസ്തുതകളെ നമ്മൾ മനസ്സിലാക്കും. ഉഷ എന്ന നടി, അപ്പൊ അവരുടെ മുമ്പത്തെ പേര് ഹസീന എന്നായിരുന്നു. അവർ ഉഷ എന്ന പേര് സ്വീകരിച്ച് സിനിമകളിൽ അഭിനയിച്ചപ്പോൾ അവർ ഇക്കഴിഞ്ഞ ദിവസം നടന്ന ഇന്റർവ്യൂ ആണ്, മമ്മൂക്ക എന്റെ ഒരുപാട് അവസരങ്ങൾ നഷ്ടപ്പെടുത്തി കളഞ്ഞു. മമ്മൂക്ക എന്താ ഹജ്ജിന് പോയിട്ട് ഹാജിയായിട്ട് ജീവിക്കുന്ന ആളൊന്നും അല്ലല്ലോ, പ്രവാചക പരമ്പരയിൽപ്പെട്ട തങ്ങൾ കുടുംബത്തിന്റെ ആളായിട്ട് ജീവിക്കുന്ന ആളുമല്ലല്ലോ. 100% മതത്തിൽ പോട്ടെ, 5% മതം ഉൾക്കൊണ്ട് ജീവിക്കുന്ന കുടുംബമല്ല മമ്മൂട്ടിയുടേത്, നമുക്ക് എല്ലാവർക്കും അറിയുന്ന വസ്തുതയാണ്. പക്ഷെ എന്നാൽ പോലും ഈ പുഴു എന്ന വിഷയം വന്നപ്പോൾ നമ്മൾ കണ്ടു, മറ്റാരും പറഞ്ഞതല്ല, ആ സിനിമയുമായി ബന്ധപ്പെട്ട ആളുകൾ തന്നെ പറഞ്ഞതാണ്. പല കഥാപാത്രങ്ങളെയും, അതായത് അലി എന്ന കഥാപാത്രം വരുമ്പോൾ വേണ്ട നമുക്ക് അയ്യരാക്കാം, ഇതൊന്നും നമ്മളാരും പറഞ്ഞതല്ലേ, ഇതൊക്കെ ആ സിനിമയുമായി ബന്ധപ്പെട്ട സംവിധായകരും മറ്റുമൊക്കെ പറഞ്ഞിട്ടുള്ളത് തന്നെയാണ്. ഇരിക്കട്ടെ. ഇനി ഉണ്ണി മുകുന്ദൻ, അദ്ദേഹം BJP അനുഭാവം പ്രകടിപ്പിച്ചു. അദ്ദേഹത്തിന് എന്താ BJP ആകാൻ പാടില്ലേ? എനിക്ക് കമ്മിയാകാം, നിങ്ങൾക്ക് സുഡുക്കളാകാമെങ്കിൽ അവർക്ക് സംഖ്യയാകാം. അപ്പൊ എന്തായിരുന്നാലും ചില ചിത്രങ്ങളുടെ ഒളിച്ചു കിടക്കുന്ന രാഷ്ട്രീയത്തിന്റെ പേരിലും അദ്ദേഹം സംഖ്യയായി. ഇപ്പോ ഷെയ്ൻ നിഗം എന്ന യുവ നടനാണ് താൻ നടത്തിയ ഒരു തെറ്റായ പരാമർശത്തിന്റെ പേരിൽ മാപ്പ് പറഞ്ഞിട്ട് പോലും സുഡാപ്പിയായി മാറിയിരിക്കുന്നത്. ആരും ആക്കിയതല്ല, സ്വയം ആയതാണ്. ലിറ്റിൽ ഹാർട്സ് എന്ന ചിത്രത്തിന്റെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട ഒരു അഭിമുഖത്തിനിടയില് ഉണ്ണി മുകുന്ദനെതിരെയും അതുപോലെ അദ്ദേഹത്തിന്റെ ഫാൻസ് അസോസിയേഷനെതിരെയും നടത്തിയ ഒരു അശ്ലീലം കലർന്ന ചില പരാമർശങ്ങളാണ് ഷെയ്ൻ നിഗത്തിന്റെ തുടക്കത്തിൽ വിനയായി മാറിയത്. അഭിമുഖത്തിനിടയില് നടി മഹിമ നമ്പ്യാരെ കളിയാക്കാൻ വേണ്ടിയായിരുന്നു ഉണ്ണി മുകുന്ദനെയും അതുപോലെ ഉണ്ണിയുടെ പ്രൊഡക്ഷൻ കമ്പനിയെയും ഷെയ്ൻ വളരെ മോശമായ പദപ്രയോഗം കൊണ്ട്, ഒരുപക്ഷെ നിങ്ങൾക്കതൊന്നും പ്രശ്നമല്ലായിരിക്കും, പ്രശ്നമുള്ളവരുണ്ട്. മാതാപിതാക്കളും മക്കളും സഹോദരങ്ങളും ഒക്കെ ഇരിക്കുമ്പോൾ നമ്മൾ ആരും പ്രയോഗിക്കുന്ന പദമല്ല അത്. പക്ഷെ ഷെയ്ൻ നിഗം അത് പബ്ലിക്കിൽ പ്രയോഗിച്ചു. ഇതിനെ തുടർന്നാണ് വിവാദങ്ങൾ ഉണ്ടാകുന്നത്. അശ്ലീലം കലർന്ന തരത്തില്, വളരെ തരം താണ രൂപത്തില് ഉണ്ണി മുകുന്ദന്റെ പ്രൊഡക്ഷൻ കമ്പനിയെ ഷെയ്ൻ നിഗം പരാമർശിച്ചു. ഇതിനെ തുടർന്ന് വലിയ രൂപത്തിലുള്ള വിവാദങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടു. ഉണ്ണി മുകുന്ദൻ ഫിലിംസ് എന്നാണ് ഉണ്ണി മുകുന്ദന്റെ പ്രൊഡക്ഷൻ കമ്പനിയുടെ പേര്, UMF. അതിന്റെ ചുരുക്കം ഇതാണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ ഉണ്ണി മുകുന്ദൻ ഫാൻസ് ഓഫ് ഇന്ത്യ എന്ന പേരുണ്ടാക്കി അതിനെ ചുരുക്കി അശ്ലീല രീതിയിലാണ് ഷെയ്ൻ നിഗം പറഞ്ഞത്. ഇത് വലിയ രൂപത്തിലുള്ള വിമർശനങ്ങൾക്ക് കാരണമായി. വിമർശനങ്ങൾക്ക് തിരികൊളുത്തിയ ആള് ഷെയ്ൻ നിഗം തന്നെയാണ്. പിന്നീട് ആള് വിമർശനവുമായി എത്തി, അതുകൊണ്ട് കാര്യമില്ല. കഴുത്ത് മുറിച്ചിട്ട് പുറത്ത് തടവുന്ന രീതി ഉണ്ടല്ലോ, അത് എല്ലാവർക്കും എല്ലായിടത്തും വിറ്റഴിക്കാൻ പറ്റില്ല. പിന്നീടാണ് ഒരു വീഡിയോയുമായി ഷെയ്ൻ നിഗം പറയുന്നു, കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ട വീഡിയോ ദൃശ്യത്തിലെ മുഴുവൻ ഭാഗവും നിങ്ങൾ കാണാതെ അതിനെ നിങ്ങൾ തെറ്റായിട്ട് വ്യാഖ്യാനിക്കരുത്. അത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടു, തികച്ചും അത് ഖേദകരമാണ്. മഹിയും ഉണ്ണിച്ചേട്ടനും എല്ലാവരും സുഹൃത്തുക്കളാണെന്നിരിക്കെ തെറ്റായ ദിശയിലേക്ക് ചിലർ ആ പരാമർശത്തെ കൊണ്ടുപോയി. അയാള് പറഞ്ഞതിന് കുറ്റമൊന്നുമില്ല. അത് എടുത്തു പറഞ്ഞ് വിമർശിച്ച നമ്മളാണ് അപ്പോഴും കുറ്റക്കാരെ. ഇത് എന്തുകൊണ്ടാണെന്നറിയാമോ? തന്റെ തെറ്റു മനസ്സിലാക്കാത്തത് കൊണ്ട് സംഭവിക്കുന്നതാണ്. ആദ്യം നമുക്ക് സംഭവിക്കുന്ന തെറ്റില് എവിടെയെങ്കിലും കൊണ്ടുപോയി പഴി ചാരാതെ അത് തെറ്റാണ് എന്ന് അംഗീകരിച്ചാൽ മാത്രമേ ആ തെറ്റിന് അടുത്ത തവണ ഉണ്ടാകാതെ നമുക്ക് തിരുത്താൻ പറ്റൂ. ഇത് പറഞ്ഞു എന്നതാണ് ഷെയ്ൻ നിഗം ചെയ്ത തെറ്റ്. അപ്പൊ അയാൾ എന്താ ചെയ്തത്? ഉണ്ണി മുകുന്ദനെ ഒരു സംഖ്യയാക്കി കണ്ടു. അതിന്റെ ഉത്തരമാണ് ഇപ്പോൾ വന്നത്, സുഡാപ്പി ഫ്രം ഇന്ത്യ. അതെ, ഇയാളുടെ ഉള്ളിൽ, ഷെയ്ൻ നിഗത്തിന്റെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ആ സുഡാപ്പി തീവ്രവാദമാണ് സംഖ്യയായ ഉണ്ണി മുകുന്ദനെതിരെ ആഞ്ഞടിക്കാൻ പ്രേരണയുണ്ടായത്. അവസരം മുതലെടുത്ത് മതവിദ്വേഷത്തിന് അവസരം കാത്തുനിന്നവർക്ക് പാത്രമാകാൻ എന്റെ വാക്കുകൾ കാരണമായി എന്ന ഒരൊറ്റ ഡയലോഗും ആളങ്ങടിച്ചു. അതുകൊണ്ട് കാര്യമില്ല. നമുക്കാർക്കും മതവിദ്വേഷം മുതലെടുക്കണമെന്നോ അയാൾ പറഞ്ഞ വാക്കിൽ മുറുകെ പിടിക്കണമെന്നോ ഒന്നുമില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ലോകം അവസാനിക്കുന്നത് വരെ പറഞ്ഞാലും തീരാത്തത്ര പുസ്തക കെട്ടുകൾ ഇവിടെയുണ്ട്.
അത്രയധികം മതപ്രഭാഷകരുടെ വഷളുകൾ ഇവിടെയുണ്ട്. എടുത്തു വെച്ചിട്ട് വീഡിയോ ചെയ്തിട്ട് തീരാതിരിക്കുന്ന വിഷയങ്ങൾ ഇവിടെയുണ്ട്. അതുകൊണ്ട് ഷെയ്ൻ നിഗം മതത്തെ കുറിച്ച് എന്ത് പറയുന്നു, മമ്മൂട്ടി എന്ത് പറയുന്നു, പിന്നെ ഇപ്പൊ ഇൻസ്റ്റഗ്രാമിലെ ദുൽഖർ സൽമാൻ എന്ത് പോസ്റ്റ്, അങ്ങനെയൊന്നും നോക്കിയിരിക്കേണ്ട ഒരു ഗതികേടും ഒരു വിഷയദാരിദ്ര്യവും ഇവിടെ ഇല്ല. പ്രബുദ്ധരായ മലയാളികൾ അവജ്ഞയോടെ അതിനെ തള്ളണമെന്ന് പറയുമ്പോൾ ഉണ്ണിമുകുന്ദനേറ്റ പരിക്കിനെ കുറിച്ച് എന്ത് പറയും ഇയാള്? ഷെയ്ൻ നിഗത്തിന്റെയും ഉണ്ണിമുകുന്ദന്റെയും മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും സുരേഷ് ഗോപിയുടെയും ഒക്കെ നാടാണ് എന്ന് ഷെയ്ൻ നിഗം പറഞ്ഞു വെക്കുമ്പോൾ ഉണ്ണിമുകുന്ദനെ കുറിച്ച് അത് പറയുമ്പോൾ ഈ നാടൊന്നും ഇവരുടേതായിരുന്നില്ലേ? ഇപ്പൊ റാഫയിലേക്ക് ഇപ്പോഴാണ് ദുൽഖർ സൽമാൻ കണ്ണോടിക്കുന്നത്. ഒക്ടോബർ 7-ാം തീയതി ഇവർ അറിഞ്ഞില്ലേ എന്ന ചോദ്യം പോലെ തന്നെയാണ് ഇതും വന്ന് നിൽക്കുന്നത്. ഇനിയും ഷെയ്ൻ നിഗം ഇത് തമാശയായി പറയുകയായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല. വീഡിയോ കണ്ടവർക്ക് കൃത്യമായിട്ട് അറിയാം. കരുതി കൂട്ടി തന്നെ ഉണ്ണിമുകുന്ദനെ മോശക്കാരനാക്കാൻ വേണ്ടിയിട്ട് തന്നെ പറഞ്ഞതാണ് എന്ന് ആർക്കാണ് അറിയാത്തത്? എന്നിട്ടും മതം പറഞ്ഞ അയാളെ സൈബർ അറ്റാക്ക് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് ഇരവാദം ഉന്നയിച്ച് കരഞ്ഞാൽ കുറച്ച് മുസ്ലിങ്ങൾ കൂടെ നിൽക്കും എന്നറിയാം. പിന്നെ ബൈജു ആദ്യം പറഞ്ഞു വെച്ച വിഷയം അജ്മൽ നേരത്തെ തന്നെ ലഹരി മരുന്ന് ഉപയോഗത്തിന്റെ ഒക്കെ പേരിലും ഷൂട്ടിംഗ് സൈറ്റിൽ സമയത്തിന് വന്നില്ല, ധാർഷ്ട്യം കാണിച്ചു ഒക്കെ, അതിന്റെ പേരിലൊക്കെ വിലക്ക് നേരിട്ട വ്യക്തിയല്ലേ ഈ ഷെയ്ൻ നിഗം? അല്ലെ, ലഹരിയെ കുറിച്ചുള്ളതൊക്കെ കെട്ടുകഥകളാണെന്ന് പിന്നീട് വാർത്തകൾ വരുന്നു. അപ്പോ ഇതുപോലെ സമയത്തിന് സെറ്റിൽ വരുന്ന പൂർണ്ണമായും അച്ചടക്കമുള്ള നടനായിട്ട് ഷെയ്നെ ഇപ്പോൾ ഒരു വിഭാഗം ആളുകൾ കാണുന്നുണ്ടെങ്കിൽ അതില് മതമുണ്ട് എന്ന് ഞങ്ങൾ പറയുന്നില്ല. ചോറ് തിന്നുന്നവർക്ക് മനസ്സിലാകുന്നുണ്ട്. ഇവിടെ കരിപ്പൂർ വിമാനത്താവളം എടുക്ക്, ഈ മലദ്വാർ ഗോൾഡ് എടുക്ക്, ഞെക്കിപ്പിഴിഞ്ഞെടുക്കുന്നത് അത്രയും കർക്കന്മാരുടെ മൂലത്തിൽ നിന്ന് തന്നെയാണ്. ശ്രോതാക്കൾ ക്ഷമിക്കണം, ഇത് പറയേണ്ടി വരുന്നതാണ്. ഒരിക്കല് ഒരാൾ കമിഴ്ന്ന് കിടക്കുന്നു. അപ്പൊ ഡോക്ടർ വലിച്ചെടുക്കുക. നമ്മളില് പിന്നെ യാത്രയ്ക്കൊക്കെ പോകുമ്പോ കപ്പിനകത്ത് ചായ തന്നിട്ട് ഈ തേയില ഒരു ടീ ബാഗ് ഉണ്ടല്ലോ, അതിനകത്തുനിന്ന് വലിച്ചല്ലേ നമ്മൾ എടുക്കുക, ഇതിങ്ങനെ ആവശ്യമുള്ള കടുപ്പ് വിട്ടിട്ട്. അതുപോലെ കറക്റ്റ് അതുപോലെ തന്നെ നൂലിനകത്ത് ആ ടീ ബാഗ് പോലെ ഇരിക്കുന്നു ഗോൾഡ് കോയിൻ. അതിങ്ങനെ ഇയാളെ കമിഴ്ത്തി കിടത്തി തുണിയും മാറ്റി വലിച്ചെടുക്കുകയാണ്. അപ്പൊ ഇയാൾ കിടന്ന് അല്ലോ എന്ന് വിളിക്കുന്നുണ്ട്. അപ്പൊ ഈ ഡോക്ടർ സമദ് എന്ന് വിളിച്ചിട്ട് ഇങ്ങനെ പുറത്ത് തട്ടണം. ആ വീഡിയോ വൈറലാണ്, എന്റെ കയ്യിലുണ്ട് ഇപ്പോഴും. സമദ് ഓക്കെ ആ കഴിഞ്ഞു എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ഈ ഡോക്ടർ പറയാണ് 3 എണ്ണമേ എടുക്കാൻ പറ്റുള്ളൂ, ആലോചിക്കണം. ബാക്കി 2 എണ്ണം ആളുടെ ആമാശയത്തോട് ചേർന്നിട്ടുണ്ട്. ഇങ്ങനെ ജീവൻ പണയം വെച്ച് കമിഴ്ന്ന് കിടന്ന് ഈ സ്വർണം അടിച്ചകത്ത് കയറ്റി ഞെക്കിപ്പിഴിഞ്ഞ് പുറത്തെടുത്ത് ഹലാലാക്കുന്ന ഒരു രീതി എവിടെ നിന്ന് വന്നതാ? ഇതാരാണ് ഇതിന്റെ പിന്നിലേക്കുള്ളത്? ആലോചിച്ചാ മതി. എന്നിട്ട് ഈ സിനിമാ മേഖലയൊക്കെ വിവാദത്തിലേക്ക് വരുന്നത് ഇന്നും ഇന്നലെയുമല്ല, മുമ്പും ഉണ്ടായിട്ടുണ്ട്. നോക്കാം നമുക്ക്. നമ്മുടെ സന്തോഷ് ജോർജ് കുളങ്ങര, അതിനെ കുറിച്ച് അധികം ആർക്കും എതിരഭിപ്രായമില്ല. കാരണം ലോകം ചുറ്റി സഞ്ചരിച്ച് ആ രാജ്യത്തെ സംബന്ധിച്ചൊക്കെ നമുക്ക് ഒരുപാട് വിവരങ്ങൾ പങ്കുവെക്കുന്ന ഒരു മനുഷ്യനാണ് ജോർജ് കുളങ്ങര. അയാളെ ചൊറിഞ്ഞു പോയേക്കാണ് നടൻ വിനായകൻ. അങ്ങനെയും ഒരു വിവാദം. ആരും അയാളെ നമ്പരുത്. ഇന്ത്യയെ സന്തോഷ് ജോർജ് കുളങ്ങര വലിയ മോശമായിട്ട് ചിത്രീകരിച്ചെന്നോ അതൊക്കെയാണ് അയാള് സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കുന്നത്. യുവാക്കളോടാണ് ലോകത്തിന്റെ സ്വകാര്യതകളിലേക്ക് ക്യാമറ വെച്ച് ഒളിഞ്ഞു നോക്കുന്നത്. ഇയാളെ നമ്പരുത്. സ്വന്തം വ്യവസായം വലുതാക്കി പിന്നെ അതിനു വേണ്ടിയിട്ട് ചാനലുകളിൽ വന്നിരുന്ന് ഇന്ത്യ എന്ന രാജ്യത്തെ എന്താ മോശമാക്കി കാണിക്കുകയാണെന്നോ ഒക്കെ പറയുന്നു. കാശുകൊണ്ട് കുടുംബം പോറ്റുന്ന ഇദ്ദേഹത്തെ പോലെ ലോകം അറിയാമെന്ന് സ്വയം നടിക്കുന്ന ആളുകളെ നമ്പരുതെന്നും പിന്നെ യുവാക്കളെ നിങ്ങളുടെ സന്തോഷത്തിന്റെ ലോകത്തേക്ക് നിങ്ങൾ പറക്ക്, അങ്ങനെയൊക്കെ ഒരു കാര്യവുമില്ലാതെ കലയെ കലയായി കാണേണ്ടതിന് പകരം ഈ സിനിമാ മേഖലയിലേക്ക് അനാവശ്യമായ വിവാദങ്ങളിലേക്ക് ഇവർ കൊണ്ടുപോകുന്നതാണ്. അയാളെ ആ പോസ്റ്റിന് പക്ഷേ വിനായകന് പിന്തുണയേക്കാൾ ഏറെ നമ്പർ 1 വിമർശനങ്ങളാണ് ഉയർന്നു വന്നത്. വിനായകന്റെ തലയിലെ കമ്മി മനസ്സാണ് ഇങ്ങനെ ചെയ്യിപ്പിച്ചത് എന്നാണ് അധികം ആളുകളും ചൂണ്ടിക്കാണിച്ചത്. നേരത്തെയും ലൈംഗിക അപവാദത്തിലടക്കം പല തവണ വിനയൻ വിവാദത്തിൽപ്പെട്ടിട്ടുണ്ട്. അതിന്റെ കേസുകൾ ഇപ്പോഴും തുടർന്നു പോകുന്നുണ്ട്. നമുക്കറിയാം, മലയാള സിനിമാ നിരൂപണത്തിലും ജാതിയും മതവും കലരുന്നുണ്ട്. ഇപ്പോ മലയാളത്തിലെ ഏറ്റവും മികച്ച ചിത്രങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്ന ലോഹിതദാസിന്റെ രചനയില് സിബി മലയിലാണെന്ന് തോന്നുന്നു സംവിധാനം ചെയ്ത മോഹൻലാൽ സേതുമാധവനായിട്ട് അവതരിപ്പിച്ച ഒരു സിനിമയാണല്ലോ കിരീടം. അതിനെ പോലും ഒരു വർഗീയ സിനിമയാണ് എന്ന രൂപത്തിൽ നിരൂപണം വന്ന നാടാണിത്.
കിരീടത്തിലെ സേതുമാധവൻ നായരാണെന്നും അയാളും അതുപോലെ ഫിലോമിന അവതരിപ്പിച്ച മുത്തശ്ശി കഥാപാത്രവും ഒക്കെ ആയിട്ടുള്ള സംഭാഷണങ്ങളുടെ ഒക്കെ ജാതി, ഇതൊക്കെ തറവാടിത്തം, ഇതൊക്കെ എന്തെല്ലാം രൂപത്തിൽ പ്രമുഖനായ ഒരു ബുദ്ധിജീവി ഒരു പ്രമുഖ പോർട്ടിലൂടെ തള്ളിമറിച്ചത് ഇക്കഴിഞ്ഞ ദിവസമാണ് നമ്മൾ കണ്ടതാണ്. അതുപോലെ റാഞ്ചി റൌസ് സ്പീക്കിംഗ്, ജനലക്ഷങ്ങൾ കണ്ട് ചിരിച്ച സിദ്ദീഖ് ലാലിന്റെ ഒരു ക്ലാസിക് കോമഡി ചിത്രം, നമ്മൾ അതിനെ അങ്ങനെ കണ്ടിട്ടുള്ളൂ. അതിനകത്ത് സായ് കുമാർ അവതരിപ്പിച്ച ബാലകൃഷ്ണൻ എന്ന കഥാപാത്രം നായരാണ്. എന്തിനായിരിക്കും ഇവരെ ഈ രൂപത്തിൽ ഈ കലയെ മതത്തിലേക്ക് കൊണ്ടു കെട്ടുന്നത്? ഇൻ ഹരിഹർ നഗർ നമ്മൾ പൊട്ടിച്ചിരിച്ചു ലക്ഷക്കണക്കിന് ആളുകൾ. ആ സമയത്ത് നമുക്ക് ആർക്കും തോന്നിയിട്ടില്ല ഈ ആധുനിക സിനിമാ ലോകത്തേക്ക് മതം കടന്നു വരുന്നത്. പക്ഷെ ചില നിരൂപകർക്ക് തോന്നി. അപ്പോ അതുകൊണ്ട് ഈ തൊട്ടതിലും പിടിച്ചതിലും ഒക്കെ അനാവശ്യമായി ജാതിയും മതവും കണ്ടെത്താൻ ശ്രമിക്കുന്ന ബുദ്ധിജീവികൾ ഉണ്ടല്ലോ, ശരിക്കു പറഞ്ഞാൽ മലയാള സിനിമയെ മലിനമാക്കുകയാണ് ഇവര് ചെയ്യുന്നത്. ഇവരെ അനാവശ്യമായി ഭൂതക്കണ്ണാടിയും എടുത്ത് മതത്തിലേക്ക് പോകുന്നു. പക്ഷേ പുഴുവിൽ വ്യക്തമായി മതമുണ്ട്, ഉണ്ടയിൽ വ്യക്തമായി മതമുണ്ട്. അത് പറയുമ്പോൾ ഞങ്ങളുടെ ആവിഷ്കാര സ്വാതന്ത്ര്യവും അഭിപ്രായ സ്വാതന്ത്ര്യവുമാണെന്ന് പറയുന്നു. ലോകത്തിന്റെ എല്ലാ കോണുകളിലും ആരാണ് പ്രശ്നമുണ്ടാക്കുന്നത് എന്ന് നോക്കിയാൽ മതി, കണ്ണു തുറന്നൊന്ന് നോക്കിയാൽ മതി. അവർക്ക് 916 മതേതര പട്ടവും നമ്മുടെ നാട് കൃത്യമായി നൽകുന്നുമുണ്ട്. ഇപ്പോ പറഞ്ഞല്ലോ മറ്റേ എന്താണ് ടർബോ, അള്ളാഹു അക്ബർ എന്ന് കേട്ടപ്പോൾ തിയേറ്റർ കാലിയായിരിക്കുന്നു. എങ്ങനെയാണ് ഇങ്ങനെ സംഭവം? ജനങ്ങൾ ഭീതിയോടുകൂടി ആ വാക്കിനെ കാണുന്നു. ഇപ്പൊ നമ്മള് ഇസ്രായേൽ ഹമാസ് വിഷയം എടുത്താല് ഇപ്പൊ റാഫയിലേക്കാണ് എല്ലാ കണ്ണുകൾ എന്ന് പറഞ്ഞല്ലോ. ഒക്ടോബർ 7-ാം തീയതി ലോകം നടുങ്ങിയ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ചെറിയ കുട്ടിയെ പോലും കൊണ്ടുപോയി അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് കഴുത്ത് വെട്ടുന്ന ചിത്രങ്ങൾ ലോകത്തെ നടുക്കിയിട്ടുണ്ട്. സൈബർ ആക്രമണം നേരിടുന്നത് മോഹൻലാലിൽ നിന്ന് മെല്ലെ 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 അത് സുരേഷ് ഗോപിയിലൂടെ പോയി, അത് പിന്നീട് വളർന്ന് ഉണ്ണി മുകുന്ദനിലെത്തി, പിന്നീട് അത് ശോഭനയിലേക്കും ചിത്രയിലേക്കും എത്താൻ വലിയ താമസം വേണ്ടി വന്നില്ല. അവരുടെയൊക്കെ പേരുകൾ നിങ്ങൾ ഓർമ്മിച്ചു വെച്ചാൽ മതി. ഇത് ആര് തുടങ്ങി വെച്ചതാണ് ഈ കലാപരിപാടികള്? ഇത് ഒരു വിഭാഗം തലയ്ക്കകത്ത് ആള് താമസമില്ലാത്ത കമ്മിറ്റിക്കാര് ഇത് ഏറ്റെടുക്കും. ഇനി മമ്മൂട്ടിയുടെ പ്രശ്നത്തോടുകൂടി വന്നു കഴിഞ്ഞാൽ അയ്യോ മട്ടാഞ്ചേരി ജനങ്ങൾക്ക് മനസ്സിലായി പോയി അല്ലെ, തൽക്കാലം അത് വേണ്ട. പക്ഷേ ജനങ്ങൾ വിട്ടില്ല. കമ്മിക്കൂട്ടരെ പോലെ വേറൊരു വിഭാഗവും ഉണ്ടാകുമല്ലോ സോഷ്യൽ മീഡിയയില്, അവരത് ഷെയ്ൻ നിഗത്തിലേക്ക് കൊണ്ടുവന്നു. ഇതില് വളരെ രസകരമായ ഒരു വസ്തുത, മോഹൻലാലും ഉണ്ണിമുകുന്ദനും ഒക്കെ തുടങ്ങി ഇവരെ ഒക്കെ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ഒക്കെ സൈബർ അറ്റാക്ക് ആരൊക്കെ നടത്തിയാലും ശരി അവരത് മൈൻഡ് പോലും ചെയ്യാറില്ല. ഞങ്ങളെ വേട്ടയാടുന്നേ എന്ന് പറഞ്ഞ് ഉണ്ണിമുകുന്ദൻ വരില്ല, മോഹൻലാൽ വരില്ല, എന്നെ ഇത് അനാവശ്യമായിട്ട് കമന്റ് ഇട്ട് സൈബർ അറ്റാക്കിങ് നടത്തുന്നു എന്ന് പറയില്ല. അവര് മനസ്സിലാക്കുന്നു സാധാരണ പോപ്പുലറായി നിൽക്കുന്ന ചില ആളുകളെ വേട്ടയാടൽ ചില ആളുകളുടെ ജന്മ അവകാശമാണ്. പാകിസ്ഥാൻ വിഭജിച്ചു പോയിട്ട് പാകിസ്ഥാനിൽ കിട്ടാത്ത ജന്മ അവകാശം ചില ആളുകൾക്ക് ഈ മതേതര സ്വതന്ത്ര ജനാധിപത്യ ഭാരതത്തിലുണ്ട്. അതുകൊണ്ട് തൽക്കാലം മോഹൻലാൽ ആണെങ്കിലും സുരേഷ് ഗോപി ആണെങ്കിലും ഉണ്ണിമുകുന്ദനാണെങ്കിലും ചിത്രയാണെങ്കിലും ശോഭനയാണെങ്കിലും അവരൊക്കെ വിചാരിക്കുന്നത് നമ്മൾ ഇരകളാകുമ്പോൾ വേട്ടക്കാർ കടുത്ത മതതീവ്രവാദികളാണ്, ഇന്നല്ലെങ്കിൽ നാളെ അവരെ പ്രതിരോധിക്കാൻ മറ്റൊരു വിഭാഗം വരും. നമ്മൾ സിനിമയെ സിനിമയായി കാണുക, നമുക്ക് ഒരുപാട് ജോലികൾ വേറെ ചെയ്യാനുണ്ട്. അതുകൊണ്ട് അവരവരുടെ ജോലിയുമായിട്ട് മുന്നോട്ട് പോയി ഇവരെ നിരുപാധികം അവഗണിച്ചു. അർഹിക്കുന്ന മൂല്യം നൽകി തന്നെ ഇവരെ അവഗണിക്കുകയാണ് അവര് ചെയ്തതെങ്കിൽ മമ്മൂട്ടിയും ഷെയ്ൻ നിഗവും ദുൽഖർ സൽമാനും ചെയ്തത് അങ്ങനെയല്ല. അവരുടെ മതവും അവരുടെ ഉള്ളിൽ കിടക്കുന്ന ഈ മതബോധം എന്ന ഭീകരതയും ആ സ്വത്വബോധവും ജനങ്ങളെ വിളിച്ചറിയിച്ച് ഞാൻ ദാ ഇവിടെ കുളിക്കുന്നുണ്ട് കേട്ടോ ഇങ്ങോട്ട് നോക്കല്ലേ എന്ന് വിളിച്ചു പറയുകയാണ് ചെയ്തത്. ഞാൻ ഏകദേശം ഒരു വർഷം മുൻപ് നമ്മുടെ വയനാടുള്ളൊരു ഹംസാനന്ദപുരി എന്ന് പറയുന്ന ഒരു സ്വാമിയുണ്ട്. ഈ സ്വാമി ഒരു വർഷം മുൻപിട്ടൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു. സത്യത്തിൽ ഞാനത് ഒരു വർഷം മുൻപ് അത് വായിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് ഞാൻ അതിനെക്കുറിച്ച് ഓർക്കുന്നത്, പിന്നെ ഞാൻ പൃഥ്വിരാജിന്റെ ഒരു സിനിമ ഉണ്ടായിരുന്നു, വലിയ വിജയമൊന്നും നേടാതെ പോയൊരു സിനിമയാണ് തീർപ്പ് എന്ന് പറയുന്ന ഒരു സിനിമയുണ്ട്. ഈ തീർപ്പ് എന്ന് പറയുന്ന സിനിമയെ കുറിച്ചായിരുന്നു അന്ന് ഹംസാനന്ദപുരി സ്വാമി ആ ഒരു പോസ്റ്റ് ഇട്ടിരുന്നത്. അപ്പൊ അദ്ദേഹം അതിൽ പറഞ്ഞ വസ്തുതകൾ ഞാൻ ഈ സിനിമ കാണാത്തത് കൊണ്ട് എനിക്ക് അറിയില്ലായിരുന്നു. പക്ഷെ കഴിഞ്ഞ ആഴ്ച
ആകസ്മികമായിട്ട് ഹോട്ട്സ്റ്റാറിൽ ഞാനത് എടുത്തു നോക്കുന്ന സമയത്ത് ഈ തീർപ്പ് എന്ന സിനിമ കണ്ടപ്പോൾ, പൃഥ്വിരാജിന്റെ സിനിമ നമ്മൾ കേട്ട് പരിചയമില്ലാത്തൊരു സിനിമയാണ്, എന്നാൽ അത് കണ്ടേക്കാം എന്ന രീതിയിൽ ഞാൻ കണ്ടതിന് ശേഷമാണ് എനിക്കിത് ഓർമ്മ വന്നത് അന്ന് സ്വാമി പറഞ്ഞത് എത്രത്തോളം ശരിയായിരുന്നു എന്നുള്ളത്. കൃത്യമായിട്ടും ഈ സിനിമയെ കുറിച്ച് സ്വാമി പറഞ്ഞിരുന്നു. അതായത് തീർപ്പ് എന്ന് പറയുന്ന സിനിമയിൽ പൃഥ്വിരാജിന്റെ കഥാപാത്രം അഞ്ചോത്ത് നിസ്കരിക്കുന്ന ഒരു വലിയ ദീനിയുള്ള മുസൽമാന്റെ മകനായിട്ടാണ്. ഈ മകൻ പ്രതികാരം ചെയ്യുന്നതാണ് ഈ സിനിമയുടെ തീർപ്പ് കൽപ്പിക്കുന്നതാണ് ഈ സിനിമയുടെ ഇതിവൃത്തം. അതിൽ ഈ പറയുന്ന അഞ്ചോത്ത് നിസ്കരിക്കുന്ന ദീനിയായ മുസൽമാനായിട്ടുള്ള ബാപ്പയെയും ആ ബാപ്പയുടെ ഭാര്യയെയും അതല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഉമ്മയെയും മക്കളെയും ഒക്കെ നശിപ്പിക്കുന്നത് ഒരു നായരും ഒരു പോറ്റിയുമാണ്. പോറ്റി നമ്മുടെ ഇപ്പൊ അമ്പലങ്ങളൊക്കെ ക്ഷേത്രങ്ങളൊക്കെ പൂജിക്കുന്ന ആളുകളെയും വിളിക്കുന്നുണ്ട്. അത്തരത്തിൽ ഈ രണ്ട് പേരാണ് ഇയാളെ ചതിച്ചുകൊണ്ട് സകല ഭൂസത്തും കൈക്കലാക്കുന്നു. അതിനുശേഷം ഇയാൾക്ക് ആത്മഹത്യ ചെയ്യാനുള്ള വഴിയിലേക്ക് എത്തിച്ചു കൊടുക്കുന്നു. അങ്ങനെ ഇവരുടെ കുടുംബം നാശോന്മുഖമാവുന്നു. പൃഥ്വിരാജ് എന്ന് പറയുന്ന ഈ മകൻ ഭ്രാന്തനായി മാറുന്നു. അവസാനം ഈ ഭ്രാന്തൻ ഇവരോട് പ്രതികാരം ചെയ്യുകയാണ്. പ്രതികാരം ചെയ്യുമ്പോൾ ഈ തന്തമാർ മരിച്ചു പോയത് കൊണ്ട് മക്കളോട് പ്രതികാരം ചെയ്യുകയാണ്. അങ്ങനെയാണ് ഈ സിനിമയുടെ ഇതിവൃത്തം പോകുന്നത്. നോക്കൂ, നിങ്ങൾ പ്രേക്ഷകരോട് ഞാൻ ചോദിക്കട്ടെ, ഏതെങ്കിലും ഒരു നായരോ നമ്പൂതിരിയോ ഒരു മുസൽമാനെ ചതിച്ചതായിട്ട് നിങ്ങളുടെ അറിവിൽ അടിസ്ഥാനപരമായ രേഖകൾ സഹിതം ഉണ്ട് എന്ന് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഈ ഭാഗത്തെ മീശ വടിച്ചിട്ട് പകുതി മൊട്ടയും എടുത്ത് നിങ്ങൾക്ക് മുൻപിലേക്ക് ഈ ചാനലിലൂടെ ഞാൻ വരാമെന്ന് പച്ചയ്ക്ക് പറയുകയാണ്. മാത്രമല്ല, അതല്ലാതെ തിരിച്ച് നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. ഇവിടത്തെയുള്ള ഹിന്ദുവിന്റെയും ക്രിസ്ത്യാനിയുടെയും, അത് നായരായിക്കോട്ടെ നമ്പൂതിരി ആയിക്കോട്ടെ, ഇവരെയൊക്കെ പറ്റിച്ചുകൊണ്ട് ഇവന്റെയൊക്കെ കാരണവർ അല്ലെങ്കിൽ ഇവരുടെയൊക്കെ കാര്യങ്ങൾ നോക്കാൻ വന്നിട്ടുള്ള കാര്യസ്ഥനായിട്ടുള്ള മുസൽമാന്മാർ എത്രയോ ആളുകളോട് പറ്റിച്ച ചരിത്രവും ഹിസ്റ്ററിയും നമ്മൾക്കറിയാം. അതുകൊണ്ട് തന്നെ ഇവിടെ സിനിമ എന്ന് പറയുന്ന ഒരു മേഖല എത്രത്തോളമാണ് സ്വാധീനം ജനങ്ങളിൽ ചെലുത്തുന്നത് എന്ന് അറിയേണ്ടതുണ്ട്. അത് തന്നെയായിരുന്നു പുഴു എന്ന സിനിമയിലൂടെ മമ്മൂട്ടി ഒരു മുന്നോട്ട് വെച്ച ആശയം എന്നുള്ള ആ സിനിമയുടെ സംവിധായികയായിട്ടുള്ള ലേഡിയുടെ ഭർത്താവും വെളിപ്പെടുത്തിയത്. അത് സാധ്യതയില്ല, മമ്മൂട്ടി അങ്ങനെ ചെയ്യില്ല എന്ന് പറയുന്നവർ കൃത്യമായിട്ട് തീർപ്പ് എന്ന് പറയുന്ന ഒരു സിനിമ എന്നെങ്കിലും കാണാൻ പറ്റുമ്പോൾ നിങ്ങൾ ആ അത് കാണുക. എന്നിട്ട് ഞാൻ ചോദിച്ചതിന് ഉത്തരം ഉണ്ടെങ്കിൽ നിങ്ങൾ തരിക. ഏതെങ്കിലും ഒരു നായരോ നമ്പൂതിരിയോ ഇതുപോലെ ഒരു മുസൽമാനെ പറ്റിച്ചുകൊണ്ട് അവരുടെ സ്വത്തുവകകൾ തട്ടിയെടുക്കുക, അവരുടെ സ്ത്രീജനങ്ങളടക്കമുള്ള ആളുകളെ ചൂഷണം ചെയ്യാൻ വേണ്ടി മിനക്കെട്ടിറങ്ങി അവരെ മരണത്തിലേക്ക് തള്ളിവിട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്നത് ഞാൻ കേൾക്കാൻ തയ്യാറാണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ സിനിമയുടെ ആ സ്വാധീനം ഈ പറയുന്ന ജിഹാദിസത്തിലും അതുപോലെ മയക്കുമരുന്നിലും എത്രത്തോളമാണ് സിനിമ എന്ന് പറയുന്ന മീഡിയ സ്വാധീനം ചെലുത്തുന്നതെന്ന് നമ്മൾ അറിയേണ്ടതുണ്ട്. ഈ അടുത്ത ഏറ്റവും അവസാനം ഇറങ്ങിയിട്ടുള്ള ഇന്നും വളരെ ആവേശത്തോടെ മുന്നേറിക്കൊണ്ടിരിക്കുന്ന സിനിമയാണല്ലോ ആവേശം എന്ന് പറയുന്ന സിനിമ. ഫഹദ് ഫാസിൽ നായകനായിട്ടുള്ള ഈ വലിയൊരു ആളുകളിലേക്ക് എന്തൊരു സന്ദേശമാണ് ഈ ആവേശം എന്ന് പറയുന്ന സിനിമ കൊടുക്കുന്നത്. ഞാൻ കൃത്യമായിട്ട് ആ സിനിമ കണ്ടതാണ്. ആ സിനിമ തുടക്കം മുതൽ അവസാനം വരെ ചെറുപ്പക്കാരായിട്ടുള്ള കുരുന്നുകൾ, ഈ കുരുന്നുകളെ വെറും ഈ പറയുന്ന ബാറിലേക്ക് കൂട്ടിക്കൊണ്ട് വിദ്യാർത്ഥികളായിട്ടുള്ള കുട്ടികൾ ബാറിലേക്ക് വരുന്നു. അവിടെ ഇരുന്ന് വയറു നിറയെ മദ്യപിക്കുന്നു, ബോധം പോകുന്നത് പോലെ മദ്യപിക്കുന്നു. അവിടെ ഈ ഫഹദ് ഫാസിൽ എന്ന് പറയുന്ന ഒരു കൊട്ടേഷൻ തലവൻ, ഒരു സൈക്കോ ആയിട്ടുള്ള ഗുണ്ട, ആ ഗുണ്ടയെ പരിചയപ്പെടുന്നു. കോളേജിലുള്ള ഇവരുടെ ശത്രുക്കളെ നിലംപരിശാക്കാൻ വേണ്ടി ഈ ഗുണ്ടയെ, ആ സൈക്കോയെ കൊണ്ടുവരുന്നു. അങ്ങനെ വെള്ളത്തിൽ മുങ്ങിയ താമര എന്നൊക്കെ നമ്മളെ പറയാറുണ്ട്. സംഘികളെയൊക്കെ കുറ്റം പറയുന്നതാണ് താമര, വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്നു, ചെളിയിൽ താണു കിടക്കുന്നു എന്നൊക്കെ. ഇത്തരത്തിൽ വെള്ളം നിറഞ്ഞ ഒരു സിനിമ, വെറും മദ്യപാനവും മയക്കുമരുന്നും മാത്രം കാണിക്കുന്ന ആവേശം എന്ന് പറയുന്ന സിനിമ. ആ സിനിമ കാണാൻ എൻ്റെ വീട്ടിലുള്ള 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന എന്റെ അനുഭവം എന്ന് പറയാം, എന്റെ കുഞ്ഞു പോലും അച്ഛാ ആ സിനിമ കാണാൻ നല്ല സിനിമ അച്ഛൻ, നമുക്ക് പോകാമെന്ന് പറഞ്ഞു. ഞാൻ മോനോട് പറഞ്ഞു, കുട്ടാ ഞാനിത് കണ്ടതാണ് കുട്ടാ, അതുകൊണ്ട് ആ സിനിമ കാണേണ്ട, അത് വളരെ മോശമായിട്ടുള്ള സിനിമയാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പറയുന്നത് ഈ മയക്കുമരുന്നും ഈ പറയുന്ന കഞ്ചാവ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ പുകവലി ആയിക്കോട്ടെ, മദ്യപാനം ആയിക്കോട്ടെ, ഏതൊക്കെ തരത്തിലുള്ള സിന്തറ്റിക് അഡിക്ഷൻ ആയിക്കോട്ടെ, ആ മയക്കുമരുന്നുകളായിക്കോട്ടെ, ഇതൊക്കെ എത്രത്തോളമാണ് സിനിമയിലൂടെ ഇവർ പ്രൊമോട്ട് ചെയ്യുന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഈ ആവേശം എന്ന് പറയുന്ന സിനിമയിൽ ആദ്യം മുതൽ അവസാനം വരെ ഈ മയക്കുമരുന്നിനെ ആസ്പദമാക്കി ഒരു സിനിമ എടുക്കുമ്പോൾ അത് കുട്ടികളിൽ വരുത്തുന്ന മാറ്റങ്ങൾ, ഞാനൊരു സിഗരറ്റ് വലിച്ചാൽ, പണ്ടൊക്കെ നമ്മൾക്കറിയാം ഒരു സിഗരറ്റ് വലിക്കാനോ ബീഡി വലിക്കാനോ വേണ്ട, ഒരു പേപ്പർ ചുരുട്ടിയിട്ട് അതിന്റെ പുകയെടുക്കാൻ പോലും കൊതിച്ച് നടന്ന് ഒളിഞ്ഞും മറഞ്ഞും ചെയ്തിരുന്ന കുട്ടിക്കാലം ഉണ്ടായിരുന്നു നമ്മൾക്കൊക്കെ. ഈ പേപ്പർ ചുരുട്ടി ഒരു പുകയെടുത്ത് എങ്ങനെയാണ് നമ്മൾ ആ പേപ്പർ ചുരുട്ടി പുക ഉള്ളിലേക്ക് വരും, അതല്ലെങ്കിൽ അത് വലിച്ചാൽ ഒരു ലഹരി ഉണ്ടാവും എന്ന് മനസ്സിലാക്കിയത് നമ്മൾ ഈ പറയുന്ന മാധ്യമങ്ങളിലൂടെ നമ്മുടെ രക്ഷിതാക്കൾ കാണിക്കുന്ന, നമ്മുടെ ബന്ധുക്കൾ കാണിക്കുന്ന ആ കാഴ്ചയിലൂടെ തന്നെയാണ്. അന്ന് നമ്മുടെ ബന്ധുക്കൾ, ചിലപ്പോൾ നമ്മുടെ രക്ഷിതാക്കളായിരിക്കാം, അവർ വലിക്കുന്ന ബീഡിയോ സിഗരറ്റോ കണ്ടുകൊണ്ട് അവർ വലിച്ചെറിയുന്ന ബീഡിയുടെയും സിഗരറ്റിന്റെയും കുറ്റിയെടുത്ത് വലിച്ചിട്ടുള്ള എത്രയോ നമ്മളെ കാണുന്ന 70കളിലും 80കളിലും ജനിച്ചിട്ടുള്ള ആളുകൾക്ക് അറിയാൻ പറ്റും. എന്നാൽ ഇന്ന് സിനിമയിൽ കാണുകയാണ്, നായകനാവണം എന്നുണ്ടെങ്കിൽ എന്താണ്, മദ്യപിക്കണം, പിന്നെയോ നായകനാവണം എന്നുണ്ടെങ്കിൽ MDMA ഉപയോഗിക്കണം, അതല്ലെങ്കിൽ മറ്റുള്ള ഡ്രഗ്സുകൾ ഉപയോഗിക്കണം. മാത്രമാണോ 4 ആളെ കുത്തിമലർത്തിയാലേ നായകനാവുന്നുള്ളൂ. അത് തന്നെയാണ് നമ്മൾ മഹാരാജാസ് കോളേജിൽ കണ്ടത്. മഹാരാജാസ്
വിദ്യാഭ്യാസ കോളേജിൽ കുത്തേറ്റ് മരിച്ച അഭിമന്യുവിന്റെ അമ്മയുടെ നിലവിളിക്ക് ഇന്നും പരിഹാരം കാണാനായിട്ടുണ്ടോ? ഇല്ല. സിദ്ധാർത്ഥിന്റെ അച്ഛനും അമ്മയ്ക്കും അനിയനും പരിഹാരം കാട്ടിക്കൊടുക്കാനായിട്ടുണ്ടോ? ഇല്ല. അവിടെ തന്നെയാണ് മയക്കുമരുന്നും ഈ പറയുന്ന എല്ലാവിധ ലഹരികളും എത്രത്തോളമാണ് കുട്ടികളിൽ ചൂഷണം ചെയ്യപ്പെടുന്നു, കുട്ടികളിലേക്ക് എത്തുന്നു, ആ കുട്ടികൾ എത്രത്തോളം മൃഗീയമായി മാറുന്നു, ആ മൃഗീയമായ കുട്ടികൾ എത്രത്തോളമാണ് ഈ സമൂഹത്തിന് ദോഷമായി മാറുന്നത്. നമ്മുടെ സമൂഹത്തിൽ ഈ കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല, ഇപ്പൊ സിദ്ധാർത്ഥിനോ അല്ലെങ്കിൽ അഭിമന്യുവിനോ മാത്രമല്ല ജീവൻ പോവുക, ബുദ്ധിമുട്ടായി മാറുക. പിന്നെ ആർക്കാ? നമ്മൾക്കറിയാം സ്ത്രീകൾക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങൾ എത്രത്തോളമാണ് ഈ കേരളത്തിൽ വ്യാപിച്ചിട്ടുള്ളത്. പണ്ട് കാലങ്ങളിൽ ഞാനോ അല്ലെങ്കിൽ ജാമിദ ടീച്ചർ ആയാലും നമ്മൾ പുറത്തിറങ്ങി കഴിഞ്ഞാൽ അത് ജബ്ബാറിന്റെ മകൾ, അതല്ലെങ്കിൽ ജാമിദ ടീച്ചറിന്റെ ഉപ്പയുടെ മകൾ, അത് ഇന്ന ആൾ എന്ന് പറയും. അതല്ലെങ്കിൽ അത് മണിയുടെ ഉണ്ണികൃഷ്ണന്റെ മകൻ, അതാ പോകുന്നു ബൈജു. ഇങ്ങനെ ഏത് നാട്ടിലൂടെയും നമുക്ക് ഇറങ്ങി നടക്കാൻ, ഏത് നട്ടപ്പാതിരക്കും ഇറങ്ങി നടക്കാമായിരുന്നു. ഇന്ന് എന്താണ് അവസ്ഥ? ആൺകുട്ടികൾക്ക് പോട്ടെ, പെൺകുട്ടികൾക്ക് പോട്ടെ, അതല്ലെങ്കിൽ രണ്ട് ലിംഗം, നമുക്കറിയാം ശിഖണ്ഡികൾ, അതല്ലെങ്കിൽ ആ ട്രാൻസ്ജെൻഡേഴ്സ്, ഇവർക്ക് പോലും രക്ഷയില്ലാത്ത രീതിയിലേക്ക് എങ്ങനെയാണ് നമ്മുടെ നാട് മാറിയത്? അതിന് മാറ്റം ഈ ലഹരി ഉപയോഗം എത്രത്തോളം ഇവിടെ കൂടി, മാത്രമല്ല ഈ കുട്ടികളിൽ ക്രൂരത എത്രത്തോളം കൂടി. സ്വന്തം അധ്യാപികയെ ഗ്രൗണ്ടിലേക്ക് സെക്സ് ചെയ്യാൻ വിളിച്ചിട്ടുള്ള SFIക്കാർ വാഴുന്ന, വിദ്യാർത്ഥികൾ വാഴുന്ന, കുട്ടികൾ വാഴുന്ന കേരളമാണിത്. എങ്ങനെയാണ് ആ രീതിയിലേക്ക് മാറിയത്? അതുകൊണ്ട് തന്നെ സിനിമ എന്ന് പറയുന്ന മാധ്യമത്തിലൂടെ ഈ ജിഹാദിസവും ഈ പറയുന്ന മയക്കുമരുന്നും വ്യാപിക്കപ്പെടുമ്പോൾ അതിലൂടെ കൊടുക്കുന്ന സന്ദേശമുണ്ടല്ലോ, അത് വാങ്ങി കാശാക്കി വാങ്ങി വിറ്റ് നക്കുന്ന ആളുകളുണ്ടല്ലോ, അവരോട് ഇതേ ഭാഷയിൽ തന്നെ പറയാൻ പറ്റുകയുള്ളൂ. ഇപ്പൊ കഴിഞ്ഞ ദിവസം എന്റെ കേസുമായി ബന്ധപ്പെട്ട് കേസിന്റെ പൂർണ്ണ ചുമതല ഏറ്റെടുത്ത നമ്മുടെ ഒരു ചാനൽ സഹോദരനുണ്ട്, അനിയന്റെ പോലെ തന്നെയുള്ള ഒരു പയ്യനാണ്. അവൻ എന്റെ അടുത്ത് ചോദിച്ചൊരു കാര്യമുണ്ട്, എന്തിനാണ് ചേട്ടാ ഷൈൻ നിഗത്തിന്റെ ആ വിഷയത്തിൽ അത്ര അസഭ്യകരമായിട്ടുള്ള വീഡിയോ ചെയ്തതെന്ന്. അവനോട് ഞാൻ മറുപടി ഒന്നും പറഞ്ഞില്ല, പക്ഷെ എനിക്കിപ്പോ അത് ഓർമ്മ വന്നതാണ്. അപ്പൊ അതുകൊണ്ട് അവനുള്ളൊരു മറുപടി പ്രേക്ഷകർക്കുള്ള മറുപടി ആയിട്ട് കൂടി പറയാം. ഞാൻ പ്രതികരിക്കുന്നത് ശക്തമായിട്ട് ഇതേ ഭാഷയിൽ തന്നെയാണെന്ന് എന്നെ കാണുന്ന പ്രേക്ഷകർക്കും എന്റെ ബന്ധുമിത്രാദികൾക്കും എന്റെ എല്ലാ സഹോദരങ്ങൾക്കും അറിയാം. അതുകൊണ്ട് ഷൈൻ നിഗം ഉപയോഗിച്ച വാക്ക് ഞാനിവിടെ പറയുന്നതിന് എനിക്കൊരു നാണവുമില്ല. ഊമ്പി എന്ന് പറയുന്ന വാക്ക് ഉപയോഗിച്ച ഷൈൻ നിഗത്തോട് നമ്മൾ എന്തിനാണ് മാന്യത പുലർത്തുന്നത്? അത് പറഞ്ഞിട്ടുള്ള ഷൈൻ നിഗത്തോട് അതേ ഭാഷയിൽ തന്നെ തിരിച്ചടിക്കേണ്ടതുണ്ട്. കാരണം ഇത് 1947 സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടി പോരാടിയ കാലമല്ല. അന്ന് മഹാത്മാഗാന്ധി പറഞ്ഞു, ഈ കവിളത്ത് അടി കിട്ടിയാൽ ഈ കവിളും കാട്ടിക്കൊടുക്കണമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആ കാലത്തായിരുന്നു. ഈ കാലത്ത് ഈ കവിളിൽ അടി കിട്ടിയാൽ ഈ കവിള് മാത്രമല്ല, അവരുടെ ശരീരം മുഴുവൻ അടികൊണ്ട് മൂടണമെന്ന അവസ്ഥയിലേക്ക് മാറിയിരിക്കുന്ന ഈ കലികാലത്ത് കൃത്യമായിട്ടും അതേ ഭാഷയിൽ തന്നെയാണ് പ്രതികരിക്കുക. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ചൊറിയാതെ വയ്യ എന്ന് പറയുന്ന ഈ പ്രോഗ്രാം എത്രത്തോളം ആളുകളുടെ ആ കൃമികടിയിലേക്ക്, കുരുപൊട്ടലിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളത് കൂടി മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെയാണ് നമ്മൾക്ക് ഏവർക്കും നിരവധി കേസുകൾ എന്റെ പേരിലായാലും ടീച്ചർ പേരിലായാലും ഇങ്ങനെ ചാർത്തി കിട്ടുന്നത് എന്ന് കൂടി അറിയുക. ഇത് കാണുന്നത് 10, 300, 1000, 2000 ലക്ഷക്കണക്കിന് പ്രേക്ഷകരാണെങ്കിൽ പോലും അതിൽ കൃമികടിയും കുരുവട്ടലും അനുഭവപ്പെടുന്നത് പ്രത്യേക വിഭാഗത്തിനും ഭരണവർഗത്തിനുമാകുമ്പോൾ നമ്മൾ അതൊട്ടും കുറയ്ക്കാൻ പോകുന്നില്ല എന്ന് തന്നെയാണ് പറയാനുള്ളത്. എങ്ങനെയാണ് ടീച്ചറെ അവസാനമായിട്ട് കൺക്ലൂഷനിലേക്ക് എത്താനുള്ളത്? നമുക്കറിയാം 50 വർഷം മതേതര കുപ്പായമിട്ട് ഈ ഒരു നാടിനെ, ഒരു രാജ്യത്തിന്റെ പ്രതിനിധിയായി മുഴുവൻ ആളുകളെയും കബളിപ്പിച്ച ഒരു മെഗാ സ്റ്റാറിന്റെ തനിനിറം പുറത്തു കൊണ്ടുവന്നത് അദ്ദേഹത്തിന്റെ ശത്രുക്കൾ ആരുമല്ല, നമ്മൾ ആരുമല്ല. ഇപ്പൊ അദ്ദേഹം ഇനിയും സുഡാപ്പിയാണെങ്കിൽ സംഘികളല്ല, അദ്ദേഹത്തിന്റെ കൂടെയുള്ള ആള് തന്നെ. അതിനുശേഷമാണ് മെഗാസ്റ്റാറിന്റെ മതഭ്രാന്തിന്റെ കൂടുതൽ തെളിവുകൾ പുറത്തു വന്നത്. മോഹൻലാല് ഒരു രാഷ്ട്രീയ ചായ്വും ഇതുവരെ പരസ്യമായി നടത്തിയതായിട്ട് നമുക്കറിയില്ല. പക്ഷെ എന്നാലും അദ്ദേഹത്തിന് ക്ഷേത്രത്തിൽ പോകാൻ പറ്റില്ല. അദ്ദേഹത്തിന് വിശ്വാസിയോ അന്ധവിശ്വാസിയോ എന്തുമാകാം, അദ്ദേഹത്തിന്റെ അന്ധവിശ്വാസം അദ്ദേഹത്തിന്റെ വിശ്വാസമാണ്. അത് എനിക്കോ അതല്ലെങ്കിൽ വേറൊരാൾക്കോ അന്ധവിശ്വാസമായി തോന്നിയിട്ട് കാര്യമില്ല. അത് എന്റെ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ എന്റെ ജനാധിപത്യ അവകാശത്തെ ഹനിക്കാത്തിടത്തോളം, അതിന് വിഘാതമാക്കാത്തിടത്തോളം കാലം എനിക്കത് പ്രശ്നമാക്കേണ്ട കാര്യമില്ല. ഇനി അദ്ദേഹത്തിന് ഇന്ത്യൻ സൈന്യത്തെ പിന്തുണയ്ക്കാൻ പറ്റില്ലേ? ഇന്ത്യൻ സൈന്യത്തെ മോഹൻലാല് പിന്തുണച്ചാൽ അദ്ദേഹത്തെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നു. ഇതൊക്കെ ഒരു അജണ്ടയുടെ ഭാഗമായിരുന്നു എന്ന് ഇന്നാണ് ഈ കേരളക്കര മനസ്സിലാക്കിയത്. സാംസ്കാരിക കേരളം അത് മനസ്സിലാക്കാൻ ചില സാഹചര്യങ്ങളും ചില വ്യക്തികളുടെ വെളിപ്പെടുത്തലുകളും വേണ്ടി വന്നു. സ്ത്രീകളെ ബലാത്സംഗം ചെയ്തു കൊല്ലുന്ന, അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ കുട്ടികളെ കഴുത്തറുത്ത് കൊല്ലുന്ന ഹമാസിനെ പോലെയുള്ള തീവ്രവാദികൾക്ക് പിന്തുണ കൊടുത്തില്ല എന്ന് വെച്ചാൽ നമ്മളെ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന സ്ഥിതിയാണ് ഈ കേരളക്കരയില്. നമുക്കറിയാം, ഒരു മകൻ പറയുവാണ്, ഞങ്ങള് ഒക്ടോബർ 7-ാം തീയതി ഇസ്രായേലിൽ നിന്ന് ബന്ധികളാക്കപ്പെട്ട 247 പേരിൽ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. ആ സ്ത്രീയെ വാപ്പ ബലാത്കാരം ചെയ്തു.
പിന്നീട് ഞാൻ ബലാത്കാരം ചെയ്തു, എന്റെ കസിൻ ബലാത്കാരം ചെയ്തു, പിന്നീട് വാപ്പ അവളെ കൊന്നു. ഞാൻ ആ വീഡിയോ എടുത്ത് ചെയ്തപ്പോ ഒരുത്തരിട്ട കമന്റ് ആണ്, നിന്റെ മോളെ കൊണ്ടുപോയി ഹമാസിന് കൊടുക്കുക. അവൻ പറഞ്ഞ വീഡിയോ അവന്റെ വാക്കുകൾ ഉൾപ്പെടെ കാണിച്ചിട്ടാണ് ഞാൻ റിവ്യൂ ചെയ്യുന്നത്. അപ്പോഴും ഇവന്റെ ചിന്ത എന്താണ്? അടുത്ത ഒരു കുരുന്നിനെ കിട്ടിയാൽ ഹമാസിന് ബലാത്കാരം ചെയ്യാം, ഇവൻ ഇത് ചെയ്തതാണ്, ഇവൻ ഇത് പറഞ്ഞതാണ്. ഇസ്രയേലിലെ ജൂത സ്ത്രീയാണെന്ന് കരുതി അവര് മനുഷ്യനല്ലാതാകുന്നില്ല, അവരൊരു സ്ത്രീ അല്ലാതെയാകുന്നില്ല. അപ്പോഴും ഇവൻ ചിന്തിക്കുന്നത് എന്താണ്? എന്റെ കുഞ്ഞിനെ ബലാത്കാരം ചെയ്യുന്നതിനെ കുറിച്ചിട്ടാണ്. ഇവൻ ഒരു വേള ഇതൊക്കെ കേട്ട് ഉദ്ധാരണം ഉണ്ടായി. ഒന്നും വേണ്ട, ഒരു ഉസ്താദിന്റെ പ്രസംഗം കേട്ടാൽ മതി, ഇവന്റെ മോളെ കയറി പിടിക്കില്ല എന്ന് പറയാൻ പറ്റുമോ? അപ്പോ ഈ തീവ്രവാദികളായ ഹമാസുകാരെ പിന്തുണച്ചിട്ടില്ലെങ്കിൽ നമ്മളെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നു, തലങ്ങും വിലങ്ങും അനാവശ്യങ്ങൾ പറയുന്നു. കുട്ടികളെ വരെ ഇത്തരം ഒരു അധമ സ്ഥിതിയിലേക്ക്, അത്തരം ന്യായീകരണത്തിലേക്ക്, അത്തരം കമന്റ്സുകളിലേക്ക് ഇവർ വലിച്ചിഴയ്ക്കുന്നു. ഇതുപോലെ സിനിമാ മേഖലയിലും ഇസ്ലാമിക തീവ്രവാദത്തെ പിന്തുണച്ചിട്ടില്ലെങ്കിൽ വളഞ്ഞിട്ട് ആക്രമിക്കുമെന്ന് തന്നെയല്ലേ ഇത്തരം സംഭവങ്ങൾ നമുക്ക് മനസ്സിലാകുന്നത്. സിനിമയിൽ നിന്ന് തന്നെ ചിലപ്പോൾ പുറത്താക്കപ്പെടും. അതായത് ഇതൊക്കെ ഇപ്പോൾ പുറത്തു വന്നത് ചില ആളുകളുടെ മതേതര മുഖമൂടികൾ അഴിഞ്ഞു വീണതുകൊണ്ടാണ്. വർഗീയമായ, മതപരമായ, ജാതീയമായ വേർതിരിവുകൾ മലയാള സിനിമയിലേക്കും എത്തി എന്നത് പുതിയ കാര്യമല്ല. അങ്ങനെയല്ല, വർഗീയ ചേരിതിരിവ് അനുഭവിക്കുന്നുണ്ട് എന്ന് തിലകൻ പറഞ്ഞിട്ടില്ലേ, മാള പറഞ്ഞിട്ടില്ലേ? അപ്പോ ഞങ്ങളൊക്കെ ഇതെത്രമാത്രം അനുഭവിച്ചിട്ടാണ് ഈ മേഖലയിൽ നിൽക്കുന്നത് എന്ന് ഈ മേഖലയിൽ നിൽക്കുന്ന അനേകം ആളുകൾ പറഞ്ഞിട്ടുണ്ട്. ഏതാണ്ടൊരു 10 വർഷം മുമ്പ് വരെ സിനിമ കാണുമ്പോൾ നമ്മൾ ഒരിക്കലും കഥാപാത്രത്തിന്റെ പേര് നോക്കിയിരുന്നില്ല. അവരിലെ രാഷ്ട്രീയമോ മതമോ അവരുടെ ആശയമോ ആദർശമോ നമ്മൾ നോക്കിയിരുന്നില്ല. അങ്ങനെയുള്ള സിനിമകൾ ഉണ്ടോന്ന് പോലും നമുക്കറിയില്ല, കാരണം നമ്മൾ ആ ചിന്തയിലല്ല ആ സിനിമകളൊക്കെ കണ്ടത്. പക്ഷേ ഇപ്പോ ഇറങ്ങുന്ന ഭൂരിപക്ഷം സിനിമകളിലും മതമുണ്ട്, രാഷ്ട്രീയമുണ്ട്, മതവിരോധം നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അതൊരു പ്രത്യേക മതത്തെ കുറിച്ചിട്ടാണെന്ന് മാത്രമേ ഉള്ളൂ. കാരണം ഞമ്മന്റെ മതത്തെ കുറിച്ച് പറഞ്ഞാൽ മതവികാരം വ്രണപ്പെടും. ഞമ്മക്ക് മറ്റുള്ള മതങ്ങളെ പറയാം. അഭിനേതാക്കളെ വരെ രാഷ്ട്രീയത്തിന്റെയും മതത്തിന്റെയും പേരിൽ വേർതിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ വന്നിരിക്കുന്നത്. ഇനിയിപ്പോ ഇടതനാണെങ്കിലും വലതനാണെങ്കിലും BJP ആണെങ്കിലും ഹിന്ദു ആണെങ്കിലും മുസ്ലിം ആണെങ്കിലും ക്രിസ്ത്യാനി ആണെങ്കിലും ഇങ്ങനെ സിനിമകളിലും തരം തിരിച്ച് ജനങ്ങൾ കാണാൻ തുടങ്ങി. ലോകം മുഴുവനും വളരെയധികം പുരോഗതിയിലേക്കും വളർച്ചയിലേക്കും ഉന്നമനത്തിലേക്കും പോകുമ്പോൾ നമ്മൾ ഇപ്പോഴും ജാതീയത വിട്ടൊരു കളിയില്ലാത്ത രൂപത്തിലാണ്. ഇതിന്റെ ഒക്കെ തുടക്കക്കാരാരാ? ഞമ്മള് തന്നെയാ, ഞമ്മന്റെ ആളുകൾ തന്നെയാ. ഈ ഞമ്മന്റെ ആളുകളെ ഈ മതവർഗീയതയ്ക്ക് പ്രോത്സാഹിപ്പിച്ച ഇടതനും വലതനും ഉണ്ടല്ലോ, അവരാണ് ഈ വർഗീയതയുടെ വിഷം ഈ സിനിമയിലും കലാരംഗത്തും മുഴുവനും, നമ്മുടെ നാട്ടിലും നമ്മുടെ കുട്ടികളിൽ പോലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പോലും പുസ്തകങ്ങളിൽ പോലും നിറച്ചത്. കേരളത്തിലെ ഈ ഒരു മതവിഭാഗമുണ്ടല്ലോ, എല്ലാ വർഗീയതയുടെയും എല്ലാ വിഭാഗീയതയുടെയും എല്ലാ അന്യമത വിരോധത്തിന്റെയും ഉപജ്ഞാതാക്കൾ ആരാണ് എന്ന് ചോദിച്ചാൽ ഒറ്റ മറുപടിയേ ഉള്ളൂ, അത് ഞമ്മളാണ്. ജിഹാദികള് ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും ഒക്കെ മതത്തിന്റെ അടിസ്ഥാനത്തിൽ സംഘടിപ്പിക്കാൻ ഇവരാണ് വഴിവെട്ടി കൊടുക്കുന്നത്. കാരണം അവരെല്ലാവരും ഏകോപിക്കുന്നു. എന്തുകൊണ്ട് ഹിന്ദുവും ക്രിസ്ത്യാനിയും ഏകോപിക്കാൻ പാടില്ല? അരിയും മലരും കുന്തിരിക്കവും ഒരുമിച്ച് ഒരു കുട്ടിയെ കൊണ്ട് മുദ്രാവാക്യം വിളിപ്പിച്ചപ്പോൾ ഈ കേരളത്തിലെ മതേതരന്മാർ ചിന്തിച്ചു, എന്തുകൊണ്ട് നമുക്ക് ഏകോപിച്ച് ഒരുമിച്ച് നിൽക്കാൻ പാടില്ല? അപ്പോൾ ഇതിനെ വഴിമരുന്നിട്ടതാരാണ്? കേരളത്തിലെ 25% ഹിന്ദുക്കൾക്ക് മാത്രമേ മതത്തിന്റെ അടിസ്ഥാനത്തിൽ സംഘടിക്കാൻ പറ്റൂ. അവരെ സംഘടിപ്പിച്ചിട്ടുള്ളൂ. പക്ഷേ ബാക്കി 75% ഹിന്ദുക്കൾ അവര് ഇപ്പോഴും മതേതരന്റെ മുഖഛായയും അണിഞ്ഞ് അയ്യോ അവര് പാവങ്ങളല്ലേ എന്ന് ചോദിച്ചു നിൽക്കുകയാണ്. ഇനിയും പെട്ടിയും കിടക്കയും എടുത്ത് ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് ചാടേണ്ടുന്ന ഒരു സാഹചര്യം വന്നാൽ മാത്രമേ ഇവൻ എന്റെ തോളിൽ കൈയിട്ടത് തലയെടുക്കാനായിരുന്നു അല്ലേ എന്നിവർക്ക് തിരിച്ചറിയാൻ കഴിയും. എനിക്ക് പറയാനുള്ളത്, മുസ്ലിങ്ങളെ മുഴുവനും ഒറ്റവാക്കിൽ വിളിക്കുന്ന പേരല്ല സുഡാപ്പി എന്നത്. ഒരു തീവ്രമായി ചിന്തിക്കുന്ന SDPI PFI ചിന്താഗതിക്കാരെ മാത്രമേ പൊതുവിൽ
സുഡാപ്പി എന്ന് വിളിക്കാറുള്ളൂ. അപ്പൊ ഒരാള് സ്വയം കേരള ഹൈക്കോടതി പറഞ്ഞ ഭീകരരും തീവ്രവാദികളും ആ സംഘടനയുടെ അനുഭാവിയാണ് ഞാൻ എന്ന് സമ്മതിച്ച സ്ഥിതിക്ക് അയാൾ ഒരു തീവ്ര ചിന്താഗതിക്കാരനാണ് എന്ന് സമ്മതിക്കുകയാണ് ചെയ്യുന്നത്. ഇനി അറിയേണ്ടത് ഇയാൾ PFI കാരനാണോ SDPI കാരനാണോ എന്നല്ല, അറിയേണ്ടത് ഇത്രയേ ഉള്ളൂ. തിഹാർ ജയിലിലേക്ക് പോകുമോ, അതല്ല ഇനി ഇരുമ്പ് ജെട്ടിയിട്ട് പൊട്ടിത്തെറിക്കാൻ പോകുമോ, ഇത് മാത്രമേ നമുക്ക് അറിയേണ്ടതുള്ളൂ. ഇത് മറ്റൊന്നും കൊണ്ടല്ല, ഒരാള് തന്നെ വിളിച്ചു പറയുവാണ് ഞാനൊരു സുഡാപ്പിയാണ് എന്ന് പറയും. ഇനി അതിന് ന്യായീകരണവുമായിട്ട് എത്ര വലിയ പോസ്റ്റും വീഡിയോയുമായിട്ട് വന്നിട്ട് ഒരു കാര്യവുമില്ല. കാരണം ഇവരുടെയൊക്കെ ഉള്ളിൽ കിടക്കുന്നത് എന്താണ് എന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. എന്നാലും നസീർ KA എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഫേസ്ബുക്കിലെ കുറച്ച് വരികൾ ഉദ്ധരിച്ചുകൊണ്ട് തന്നെ നമുക്ക് തൽക്കാലം ഈ സെഷൻ ഇവിടെ കൺക്ലൂഡ് ചെയ്യാം. അതിൽ അദ്ദേഹം പറയുന്നു, ഇസ്രയേൽ പലസ്തീന് പകരം ഇവിടെ ഇന്ത്യയും പാകിസ്ഥാനുമായിരുന്നു ഈ വിഷയം വന്നിരുന്നതെങ്കിൽ പാകിസ്ഥാനിൽ നിന്നും തീവ്രവാദികൾ ഇങ്ങോട്ട് കടന്നു വന്നുകൊണ്ട് മതഭീകരവാദികൾ ഇതുപോലെ ഇന്ത്യയിൽ നിന്നും 1400-ൽ പരം ആളുകളെ കടത്തിക്കൊണ്ടുപോകുന്നു, കൊന്നൊടുക്കുന്നു, ചവിട്ടിയും മെതിച്ചും ബലാത്സംഗം ചെയ്തും കൊന്നൊടുക്കുന്നു, കുരുന്ന മക്കളുടെ തല അല്ലാഹു അക്ബർ വിളിച്ചുകൊണ്ട് അറത്തിടുന്നു. മാത്രമല്ല ഈ പറയുന്ന 250ഓളം വിദേശ ടൂറിസ്റ്റുകളെ പോലും തട്ടിക്കൊണ്ടുപോകുമ്പോൾ നിങ്ങൾ ആരുടെ കൂടെ നിൽക്കും? നിങ്ങൾ ഇന്ത്യയുടെ കൂടെ നിൽക്കുമോ പാകിസ്ഥാന്റെ കൂടെ നിൽക്കുമോ എന്ന ചോദ്യം ഇവിടെ നസീർ KA എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ചോദിച്ചത്. അത് ഇവിടെ കമന്റ് ഇട്ട് മെഴുകുന്ന, ഇവിടെ ഹമാസ് എന്ന് പറയുന്ന ഭീകരവാദികളെ വെള്ളരിപ്രാവുകളാക്കാൻ വേണ്ടി മിനക്കെടുന്ന ഭരണവർഗമായാലും ഇസ്ലാമിക ജിഹാദികളായാലും ഓരോ മുസ്ലിം നാമധാരിയായാലും മതേതരത്വത്തിന്റെ മുഖം മൂടിയാണ് ഞാൻ ഹിന്ദുവായാലും ക്രിസ്ത്യാനിയായാലും നിങ്ങൾ തരേണ്ട ഉത്തരം ഇത് മാത്രമാണ്. ആരുടെ കൂടെ നീയൊക്കെ നിൽക്കും? ഇന്ത്യയുടെ കൂടെ, പെറ്റ നാടിന്റെ കൂടെ നിൽക്കുമോ? ശത്രു രാജ്യമായിട്ടുള്ള ഇസ്ലാമിക രാജ്യമായിട്ടുള്ള കൊടും ഭീകര രാജ്യമായിട്ടുള്ള പാകിസ്ഥാന്റെ കൂടെ മാത്രം നിൽക്കുമോ എന്ന ചോദ്യം മാത്രം ഇവിടെ ഉന്നയിച്ചുകൊണ്ട് ആ ചോദ്യത്തിന് ഉത്തരം തേടൂ, നീയൊക്കെ പോയി എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് തൽക്കാലം നമ്മൾക്കിവിടെ നാളെ വീണ്ടും ചൊറിയാതെ വയ്യാം എന്ന മറ്റൊരു എപ്പിസോഡുമായി വന്ന് സന്ധിക്കും വരെ ടീച്ചർ വണക്കം.